السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കുറച്ച് കൂടുതൽ ഓതാണ്ട്. അതായത് ജമാഅത്തിന്റെ ഷർത്തുകളിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ. കാരണം ഇപ്പൊ നാളെയും മറ്റന്നാളൊക്കെ വ്യാഴം വെള്ളിയായിട്ട് ദർസ് നടക്കാത്ത ദിവസമാണ്. അപ്പൊ ഒരു ശരിയായ ഒരു വഖഫുകൾ എത്താൻ ജമാഅത്തിന്റെ ഷർത്തുകളിലേക്ക് എത്തണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ആമുഖമൊന്നും പറയാൻ നിൽക്കുന്നില്ല, നേരെ ദർസിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വയുസന്നു ലിൽ ഇമാമി, ഇമാമായി നിസ്കരിക്കുന്ന വ്യക്തിക്ക് സുന്നത്താക്കപ്പെടും എന്താ? തഖ്ഫീഫു സ്വലാത്തി, നിസ്കാരത്തെ ലഘുവാക്കൽ. ഇമാമായി നിസ്കരിക്കുന്ന ആള് നിസ്കാരത്തെ അമിതമായി ദീർഘിപ്പിക്കാതെ ലഘുവായ രീതിയിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാലോ വല്ലാതെ ലഘുവാക്കണമെന്നുണ്ടോ? അങ്ങനെയല്ല. അബ്ആദ് സുന്നത്തുകളൊക്കെ പ്രവർത്തിക്കലോട് കൂടി ഹൈആത്ത് സുന്നത്തുകളെയും പ്രവർത്തിക്കലോടുകൂടെ എന്ന് പറഞ്ഞാൽ ബിഹൈസു ലാ യഖ്തസിറു അലൽ അഖല്ലി, ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ചുരുക്കാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാല്, റുക്കൂഇൽ ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞാൽ ഒരു പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് ചൊല്ലലാണ്. ഇഅ്തിദാലിൽ ഏറ്റവും ചുരുങ്ങിയത് റബ്ബനാ ലക്കൽ ഹംദു എന്ന് ചൊല്ലലാണ്. സുജൂദിൽ ഒരു പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ല. അതുപോലെ തന്നെ ഇടയിലെഴുത്തത്തിൽ റബ്ബി ഗ്ഫിർലി എന്ന് മാത്രം ചൊല്ല. ഇങ്ങനെ ഏറ്റവും ചുരുങ്ങിയതിന്റെ മേൽ ചുരുക്കാൻ പാടില്ല. എന്നാലോ വലാ യസ്തൂഫിൽ അക്മല, ഏറ്റവും പൂർണ്ണമായ രൂപത്തെ എടുക്കാനും പാടില്ല. എന്ന് പറഞ്ഞാൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 11 വട്ടം ചൊല്ല, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 11 വട്ടം ചൊല്ല. അതുപോലെ തന്നെ ഇഅ്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു മിൻ ഷൈഇൻ ബഅദ് വരെ പറഞ്ഞതിന് ശേഷം അഹ്ലസ്സനാഇ വൽ മജ്ദി തുടങ്ങിയ ദിക്റുകൾ ചൊല്ല. അങ്ങനെ ഏറ്റവും അക്മലായതിലേക്ക് പോകാനും പാടില്ല, ഏറ്റവും ചുരുങ്ങിയതിന്റെ മേൽ നിർത്താനും പാടില്ല. പിന്നെന്താക്കുക? പൂർണ്ണമായതിൽ ചുരുങ്ങിയത്. അതപ്പൊ 3 വട്ടം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദി, 3 വട്ടം സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദി, റബ്ബനാ ലക്കൽ ഹംദു മിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ് വരെ ഈ പറയുന്ന രീതിയിൽ നന്ന് അഖലിന്റെ മേൽ ചുരുക്കുന്നുമില്ല, അക്മലായ ഏറ്റവും പൂർണ്ണമായ രീതിയിലേക്ക് പോകുന്നുമില്ല, പൂർണ്ണമായതിന്റെ ചുരുങ്ങിയ കോലത്തിൽ. ഈ നിലക്ക് ചുരുക്കി നിസ്കരിക്കൽ ഇമാമിനെ സംബന്ധിച്ച് സുന്നത്താണ്. വലിയ സൂറത്ത് ഓതുക, റുക്കൂഉം സുജൂദും ഒക്കെ വളരെ ദീർഘിപ്പിക്കുക, അതൊക്കെ ഇമാമിനെ സംബന്ധിച്ച് കറാഹത്താണ്. പുണ്യം ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്ന പുണ്യം കിട്ടുകയല്ല ചെയ്യുക, കറാഹത്ത് വരുമ്പോൾ പുണ്യം നഷ്ടപ്പെടുക. കാരണം എന്താ? അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. പലതിലും അതൊരു അർത്ഥവത്താണ്. അതായത് നമ്മുടെ സ്വന്തം താല്പര്യത്തെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കുക എന്ന് പറയുന്ന വലിയൊരു ത്യാഗ മനസ്ഥിതി ഇതിലുണ്ട്. അത് ഇബാദത്തിലാണെങ്കിൽ പോലും.
എനിക്ക് എന്റെ സൗകര്യം എങ്ങനെയാണ്, എന്റെ ഇഷ്ടം എങ്ങനെയാണ്. പക്ഷേ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട്, അവരുടെ അസൗകര്യം പരിഗണിച്ച് എന്റെ ഇഷ്ടവും താല്പര്യവും ഞാൻ ഒഴിവാക്കുക എന്ന് പറയുന്ന വലിയൊരു തത്വം യഥാർത്ഥത്തിൽ ഈ ജമാഅത്തിന്റെ ആത്മാവിൽപ്പെട്ട ഒന്നാണത്. അതുകൊണ്ടാണ് ദീർഘനേരം നീട്ടി ഖുർആൻ ഓതി അതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം തസ്ബീഹൊക്കെ ചൊല്ലി നീട്ടി നിസ്കരിക്കുന്നതിനേക്കാൾ ഇമാമിനെ സംബന്ധിച്ച് ചുരുക്കി, എന്നാൽ പറ്റ കുറക്കാതെ പൂർണ്ണമായതിന്റെ ചുരുങ്ങിയ രൂപത്തിൽ ചെയ്യലാണ് നല്ലതെന്ന് പറയാൻ കാരണം, അതിൽ കുറെ സമയം ഇബാദത്ത് എടുക്കുന്നതിനേക്കാളും വലിയ ഒരു ആത്മീയ വിഷയമുണ്ട്. അഥവാ പാവപ്പെട്ടവരെയും അവശരെയും അശരണരെയും ബുദ്ധിമുട്ടുന്നവരെയും പരിഗണിച്ച് നമ്മുടെ സ്വന്തം താല്പര്യം ഒഴിവാക്കി മറ്റുള്ളവരുടെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പൊ അവിടെ നീട്ടിസ്കരിക്കുന്നതിനെ കൊണ്ട് കിട്ടാവുന്ന പ്രതിഫലത്തെക്കാൾ എത്രയോ കൂടുതൽ ഈ ഒരു ചിന്താഗതി കൊണ്ട് മാത്രം പ്രതിഫലം കിട്ടും. അപ്പൊ അവിടെ നീട്ടാൻ പാടില്ല, മിതമായ നിലക്ക് ചുരുക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് സുന്നത്ത്. പക്ഷേ എല്ലാ ഇമാമിനും എപ്പോഴും ഇങ്ങനെയാണ് എന്നല്ല. മുമ്പ് നമ്മൾ ഒരിക്കൽ പറഞ്ഞാണ്, ആ റുക്കുവും സുജൂദും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇമാമിന് നീട്ടാൻ പറ്റുന്ന ഒരു കോലം അത് ഇവിടെയും പറയുന്നുണ്ട്. ഇല്ലാൻ റദിയ ബിതത്വീലിഹി, ദീർഘിപ്പിക്കൽ കൊണ്ട് തൃപ്തിപ്പെട്ടാലോചിച്ച്, മഹസൂറൂന, നേരത്തെ പറഞ്ഞ ഷർത്തോടു കൂടി, വഴിയോരത്തുള്ള പള്ളിയല്ല, നിശ്ചിത ആളുകൾ മാത്രമേ അവിടെ ജമാഅത്തിന് വരൂ, ആ ജമാഅത്തിന് വരുന്ന ആളുകൾ വാക്കാൽ നീട്ടാൻ വേണ്ടിയിട്ട് സമ്മതം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ അതിന്റെ ഇടക്ക് വേറെ ആൾ കയറി വന്നിട്ടില്ല തുടങ്ങിയ നിബന്ധനയോടുകൂടി ദീർഘിപ്പിച്ച് നിസ്കരിക്കാൻ വേണ്ടി തൃപ്തിപ്പെട്ട മൗമൂമിയങ്ങളുടെ ഇമാമാണെങ്കിൽ അയാൾക്ക് നീട്ടാം. കാരണം എന്താ, നമ്മൾ ഈ നീട്ടാതിരിക്കലാ നല്ലതെന്ന് പറയാൻ കാരണം മൗമൂമിയങ്ങളുടെ അസൗകര്യവും പ്രയാസവും പരിഗണിച്ചിട്ടാണല്ലോ. അപ്പൊ ഇവിടെ അങ്ങനത്തെ ആരുമില്ല. ഈ ഉള്ള ആളുകളെല്ലാം എത്ര വേണമെങ്കിലും നീട്ടി നിസ്കരിക്കാൻ സമ്മതിച്ചവരാണ്. അപ്പൊ അവർക്ക് അങ്ങനത്തെ പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ പിന്നെ നീട്ടും ചെയ്യാം. എനിവക്കുരിയലഹുത്വീലു, ഇങ്ങനെ പ്രത്യേകം നീട്ടാൻ താല്പര്യപ്പെട്ട മൗമൂമിയങ്ങളുടെ ഇമാം അല്ലാത്ത ചുരുക്കി നിസ്കരിക്കൽ ആണ് സുന്നത്ത് എന്ന് പറഞ്ഞ ഇമാമിന്റെ നീട്ട് ആണെങ്കിലോ നിസ്കാരമത്തിലാവോ? അതില്ല. ഹറാമാവോ? ആവില്ല. പിന്നെന്താ ഉണ്ടാകുക? ലഹു, ഇമാമിന് കറാത്താക്കപ്പെടുക തത്വീലൊന്നും നീട്ടല്. തൃപ്തിപ്പെടാത്ത ഈ മൗമൂമിങ്ങളുടെ സാധാരണ പള്ളിയിലെ ഇമാമൊക്കെ ആണെങ്കിൽ ദീർഘിപ്പിക്കൽ കറാഹത്താണ്. സംഗതി നല്ല ഉദ്ദേശത്തിന് വേണ്ടി തന്നെയാണ് ദീർഘിപ്പിച്ചത്, എന്നാലും അങ്ങനെ തന്നെ നിയമം ഒന്ന്. അതായത് വൈൻ ഖസദ, ഈ ദീർഘിപ്പിക്കൽ കൊണ്ട് ഇമാം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ലുഹൂഖ ആഖരീന, വേറെ കുറെ ആളുകൾ കൂടി ജമാഅത്തിലേക്ക് ഒന്ന് ചേരലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നീട്ടുന്നത്. എന്ന് പറഞ്ഞാല് ബാങ്ക് കൊടുത്ത് താമസിക്കാതെ സുന്നത്ത് സ്കരിച്ച ഉടനെ ഇഖാമത്ത് കൊടുത്തു, എന്നാ അവലോകത്തിന്റെ ഫളീലത്ത് കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്കാണ്. അങ്ങനെ ഇഖാമത്ത് കൊടുത്ത് നിസ്കാരം തുടങ്ങി, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇയാൾ എന്ത് കരുതി, കുറെ ആളുകൾ വരുന്നുണ്ട്, ഓരൊക്കെ ഒന്നറക്കാത്ത തന്നെ ഓർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള ആൾക്ക് ഇയാൾ വലിയൊരു സൂറത്താണ് തുടങ്ങി. അങ്ങനെ നീട്ടി ഓതി. അത് പാടില്ല. അയാളിപ്പോ ഈ നീട്ടി ഓതുന്നോണ്ട് ആളെ ബുദ്ധിമുട്ടിക്കലല്ല ഉദ്ദേശം. ഉദ്ദേശം എന്താണ്? പുറമെന്ന് വരുന്നവർക്കും കൂടി ഒന്നറക്കാത്ത കിട്ടിക്കോട്ടെ എന്നുള്ള ഉദ്ദേശമാണ്. എന്നാലും കറാത്താണ്. കാരണം എന്താ, വരാനിരിക്കുന്നവരുടെ അവകാശം പരിഗണിക്കുന്നതിനേക്കാൾ പരിഗണിക്കേണ്ടത് ജമാഅത്തിൽ എത്തിപ്പെട്ടു ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഹക്കിനെയാണ് പരിഗണിക്കേണ്ടത്. കാരണം ഇവിടെ കുറച്ചാളുണ്ടല്ലോ, ഓൽക്ക് അമിതമായി നീട്ടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. വരുന്നവർക്ക് നീട്ടാൻ ചിലപ്പോൾ തൽക്കാലം താല്പര്യമായിരിക്കും. നമ്മളെ പബ്ലിക് ബസ് കയറുന്ന ആളുകൾക്കുള്ള സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണം എന്താ, പഠിച്ചോനെ ബസ് ഒരു 2 മിനിറ്റ് താമസിച്ചെത്തിയാ മതിയേനി, കാരണം മൂപ്പര് എത്തണേ ഉള്ളൂ. അങ്ങനെ പാഞ്ഞ് കതച്ച് വരുമ്പോ വണ്ടി അപ്പുറത്തുനിന്ന് കണ്ട്, അപ്പം പാഞ്ഞ് വരുന്ന കണ്ടപ്പോ ഒരു നല്ല ഡ്രൈവറാ, അയാൾ ഉണ്ടാക്കി ഇയാൾക്ക് വേണ്ടിയിട്ട് ബസ് ഒന്ന് ചവിട്ടി കുറച്ചു നേരം അവിടെ നിർത്തി. അങ്ങനെ പാഞ്ഞ് കേറി. അപ്പൊ വലിയ സന്തോഷമായി, അൽഹംദുലില്ലാഹ്. അവിടുന്ന് ബസ് വിട്ട് കുറച്ചാണ് എത്തിയപ്പോ വേറൊരാളുടെ അപ്പുറത്തുനിന്ന് പാഞ്ഞ് വരുന്നു. അവിടെയും ഈ ഡ്രൈവർ അങ്ങനെ തന്നെ, അയാൾ ഒന്ന് ചവിട്ടി കുറച്ചു നേരം കാത്തുന്നു. അപ്പൊ നേരത്തെ ഇയാളെ കാത്തുന്നതിന് അൽഹംദുലില്ലാഹ് പറഞ്ഞ ആള്
മോൻ കറുത്ത്. കുറച്ചാണ് കഴിഞ്ഞ് വേറൊരാളുടെ പാഞ്ഞു വരുന്നു. അവിടെ അതിൽ ഇയാള് എന്താ അത്, ബസ് ഇങ്ങനെ നിർത്തിയിടുക, പോകല്ലേ? അവനാന്റെ കാര്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ല. അങ്ങനെയല്ല വേണ്ടത്. അപ്പോ വരാനിരിക്കുന്നവരുടെ ഒരു ഉമ്മാമ കുറച്ച് നീട്ടിക്കോട്ടെ എന്ന് എനിക്ക് അനുഭൂതി. കാരണം ഓരോ എത്തുമ്പോഴത്തേക്ക് കിട്ടണമല്ലോ. അപ്പൊ ബന്നോല് ഇത് വേറെ ഷോയിലുള്ളവരുണ്ടാവൂലേ? അപ്പൊ വരാനിരിക്കുന്നവരുടെ ഹക്ക് പാലിക്കുന്നതിനെക്കാട്ടിലും വന്നവരുടെ ഹക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആളുകൾ വന്നു ചേരാൻ ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ പോലും ദീർഘിപ്പിക്കൽ ഇമാമിനെ സംബന്ധിച്ച് കറാഹത്താണ്. ഇനി വേറെ വിഷയം, വലൗറ ആ മുസല്ലിൻ, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ കണ്ടു, അത് ഇമാമായാലും അല്ലാത്തവരായാലും ഒക്കെ കണക്കാ. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കണ്ടു, എന്ത് കണ്ടു? ഹരീഖിൻ, ഒരു തീപിടുത്തം പോലത്തേത്. തീപിടുത്തം പോലത്തേത് കണ്ടു പറഞ്ഞാൽ തീപിടുത്തത്തിന് അല്ലെങ്കിൽ അപ്പൊ ഇതിന് അർത്ഥമില്ലല്ലോ. ഈ തീപിടുത്തം താൻ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ ഒരു ഭാഗത്താണ്. ഇവിടെ ദീർഘിപ്പിച്ച് നിസ്കരിച്ചാൽ തീ തന്റെ അടുത്തേക്കും എത്തുമ്പോൾ അപകടം വരും എന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ ഈ തീപിടുത്തം നടക്കുന്ന സ്ഥലത്ത് വരെ ആളുകളുണ്ട്, അവർക്ക് അപകടം പറ്റുമെന്ന് പേടിച്ചു. എന്നാൽ അവിടെ ഹഫഫ, അപ്പൊ ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിലും നിയമം അത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഇമാമിന്റെ അവസരം, ഇവിടെ ഇമാമ് മമൂമെന്നൊന്നുമില്ല. അപകട സാധ്യതയുള്ള സാഹചര്യത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആള് നിസ്കാരത്തെ ലഘുവാക്കുക. എന്നാൽ വഹൽയൽസമു, ഇങ്ങനെ ലഘുവാക്കി നിസ്കരിക്കൽ ഈ സാഹചര്യത്തിൽ നിർബന്ധമാണോ? അംല, അല്ല, നിർബന്ധമില്ല, നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ. വജ്ഹാനി, ഇമാമിങ്ങൾക്ക് രണ്ടഭിപ്രായമാണ്. അപകടം സുനിശ്ചിതമല്ലാത്തോടത്തിട്ടോ, അപകടം വരാൻ ചെറിയ സാധ്യത കാണുന്നുണ്ട്, എന്നാൽ വേഗത്തിൽ നിസ്കരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വേഗം നിസ്കരിച്ച് തീർക്കൽ നിർബന്ധമാകുമോ അതല്ല സുന്നത്തേ ഉള്ളോ എന്നതിനെ പറ്റി രണ്ടഭിപ്രായമാണ്. എന്നാൽ വല്ലതീയത്തജിഹു, പ്രബലമായ വജഹദിൽ അന്നഹു യൽസമുഹു, വേഗത്തിൽ നിസ്കാരത്തെ നിർവഹിച്ച് തീർക്കൽ നിർബന്ധം തന്നെയാണ്. എന്തിന്? ലിഇൻഖാദി ഹയവാനിൻ മുഹ്തറമിൻ, കൊല്ലാൻ കൽപ്പിക്കപ്പെട്ടതല്ലാത്ത ഒരു ജീവിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ തീപിടുത്തം മുഖേന ഇപ്പൊ ആല തീ പിടിക്കുന്നുണ്ട്, അപ്പുറത്ത് ആലയിലുണ്ട് പശുവിനെ കെട്ടിട്ടിട്ട്. ഇവിടെ വേഗം നിസ്കരിച്ച് പൂർത്തിയാക്കി ഓടിച്ചെന്നാൽ ആ പശുവിനെ കഴിച്ച് രക്ഷിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ ഈ ആല കത്തുന്നതിൽ പെട്ട് പശുവും ചത്തുപോകും. അപ്പൊ ഒരു മഹത്തരമായ ജീവിയാണ്. മഹത്തരമായ ജീവി എന്ന് പറഞ്ഞാൽ കൊല്ലാൻ കൽപ്പിക്കപ്പെടാത്തതെന്നാണ് അതിന്റെ അർത്ഥം. അത്രയും ഉദ്ദേശമുള്ളൂ. അങ്ങനെയുള്ളൊരു ജീവി, അത് സ്വന്തം തടിയായാലും വേണ്ടിയില്ല, മനുഷ്യനെ കടിക്കുന്ന നായ, താരിഖ് സലാത്ത്, സാനിയ മഹ്സുന് പോലെയുള്ള കൊല്ലാൻ കൽപ്പിക്കപ്പെട്ടതല്ലാത്ത മനുഷ്യരായാലും അല്ലാത്തവരായാലും ജീവികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ നിസ്കരിക്കേണ്ടി വന്നാൽ അങ്ങനെ നിസ്കരിക്കൽ നിർബന്ധം തന്നെ. അതുപോലെ വജൂസുലുഹു, വേഗത്തിൽ നിസ്കരിച്ച് തീർക്കൽ ജായിസാണ്. ലിംഗാദിരവി മാലിൻ കദാലിക്ക, മഹത്തരമായ മുതൽ കദാലിക്കട, മഹത്തരമായ മുതലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തഖ്ഫീഫ് ചെയ്യൽ ജായിസേ ഉള്ളൂ. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്തോളന്നില്ല എന്നല്ലേ. പക്ഷെ അവിടെ കറാത്ത് വരും എന്ന് പറയുന്നുണ്ട്, ഒഴിവാക്കൽ കറാത്താണ്. കദാലിക്കാരുടെ തന്നെ മഹത്തരമായ മുതലാണെങ്കിൽ അല്ല, ഒരാള് 10,000 കൊടുത്തിട്ട് ഒരു പെട്ടി കള്ള് വാങ്ങി കൊണ്ടുവന്ന് വെച്ചാണ്, തീ പൊടിച്ചുമ്പോ അത് കത്തിപ്പോകുന്നുണ്ട്. കത്തിപ്പോയിക്കോട്ടെ, ആയിരിക്കാനുള്ള കേട്. കാരണം എന്താ, മഹത്തരമായ മുതലല്ലല്ലോ. അല്ലെങ്കിൽ പലിശ വാങ്ങിയ കുറെ പൈസ ഉണ്ട് പെട്ടിയിൽ, ആ റൂമിന് തീ പൊടിച്ചു, കത്തിപ്പോയിക്കോട്ടെ. പലിശ എന്ന് പറഞ്ഞാൽ പച്ച ഹറാമല്ലേ, മഹത്തരമായ മുതലല്ലല്ലോ. അപ്പൊ വ്യത്യാസം എന്താന്ന് വെച്ചാല്, ജീവനുള്ള മഹത്തരമായ വസ്തുക്കളെ രക്ഷിക്കാൻ വേണ്ടി വുജൂബും മഹത്തരമായ മുതല് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജായിസുമാണ്. കാരണം അത് ജീവന്റെ ഹുർമത്ത് പാലിച്ചിട്ടായി നിർബന്ധം എന്നറിയുന്നത്. മുതല് പിന്നെ അങ്ങനെ ജീവന്റെ പ്രശ്നമില്ലല്ലോ, എന്നാൽ പോലും കറാത്ത് വരും. മുതല് വെറുതെ നശിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വമൻ റഅ ഹയവാനം മുഹ്തറമൻ, ഇനി മുഹ്തറമായ
കൊല്ലാൻ കൽപ്പനയില്ലാത്ത ഒരു ജീവിയെ ഒരാൾ കണ്ടു. എന്തു കണ്ടു? യഖ്സുദുഹു വാലിമുൻ, ഒരു അക്രമിയായ ഒരാള് ഈ മുഹ്തറമായ ജീവിയെ ലക്ഷ്യം വെച്ച് വരുന്നു ദുൽമ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏത് നിലക്കുള്ള ദുൽമായാലും വേണ്ടിയില്ല. അല്ലെങ്കിൽ അവരിക്കും മുഹ്തറമായ ഒരു ജീവി മുങ്ങിച്ചാകാൻ പോകുന്നു, അല്ലെങ്കിൽ തീയിൽ വെന്തുപോകാൻ പോകുന്നു. എന്നാൽ ലസിമഹു, അവിടെ ഈ കണ്ട വ്യക്തിക്ക് നിർബന്ധമാണ് തഖ്ലീസുഹു, ആ മുഹ്തറമായ ജീവിയെ രക്ഷിക്കൽ നിർബന്ധം തന്നെ. ഒരു വാലിമിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ തീയിൽ പെട്ടുപോകുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണു പോകുന്നതിൽ നിന്നിട്ട് രക്ഷിക്കേണ്ട സാഹചര്യത്തിൽ രക്ഷിക്കൽ നിർബന്ധം തന്നെ. ജീവനുള്ള വസ്തുവിനെ ദുൽമിൽ നിന്ന് രക്ഷിക്കുക, നാശത്തിൽ നിന്ന് രക്ഷിക്കുക. അതിനു വേണ്ടി വന്നാൽ നിസ്കാരം തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ എന്നാൽ നിസ്കാരം പിന്തിച്ച് അതിനെ രക്ഷിച്ചതിന് ശേഷം പിന്നെ നിസ്കരിച്ചാൽ മതി. കവ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നെല്ലാം ഈ ബുത്താലഹ, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ അപകടം മുന്നിൽ കാണുന്നത്. എന്നാൽ നിസ്കാരം മുറിക്കലും തന്നെ നിർബന്ധമാവും. എപ്പോഴ്? ഇൻകാന ഫീഹ, നിസ്കാരത്തിലാണ് ഇവൻ ഇത് കാണുന്നത്. നിസ്കാരം വേഗത്തിൽ പൂർത്തിയാക്കി പോയി രക്ഷിക്കാൻ നിൽക്കാൻ സമയം കിട്ടൂല, അതിന്റെ മുമ്പ് അപകടം സംഭവിച്ചു പോകും. എന്നാൽ ആ നിസ്കാരം മുറിച്ചുകൊണ്ട് തന്നെ പോയി ആ ജീവിയെ രക്ഷിക്കണം. ഇനി അങ്ങനെയല്ല, നിസ്കാരം തുടങ്ങിയിട്ടില്ല, അവ ആകാനായിന്, ഇപ്പൊ വേഗം നിസ്കരിച്ചാല് നിസ്കാരം അതായി നിസ്കരിക്കാൻ കഴിയും. പക്ഷെ അപ്പോഴേക്ക് ആ ജീവിയെ ഒരു അക്രമി കട്ടുകൊണ്ടുപോകും, അതല്ലെങ്കിൽ അത് തീയിൽ പെട്ടുപോകും, അതല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് ചത്തുപോകും എന്ന് കണ്ടാൽ നിസ്കാരം ഖളാ ആയാലും വേണ്ടിയില്ല, ആ ജീവിയെ രക്ഷിച്ചതിന്റെ വേഷം നിസ്കരിച്ചാൽ മതി. നിസ്കാരത്തിലാണ് അത് കണ്ടത് എങ്കിൽ വേഗത്തിൽ നിസ്കരിച്ചു പോയാൽ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യൽ വുജൂബാണ്. ഇല്ല, മുറിച്ചു ചെന്ന് രക്ഷിച്ചെങ്കിലേ രക്ഷപ്പെടുത്താൻ കഴിയൂ എങ്കിൽ നിസ്കാരത്തെ മുറിച്ചുകൊണ്ട് തന്നെ പോയിട്ട് അതിനെ രക്ഷിക്കൽ നിർബന്ധമാണ്. അപ്പൊ മുഹ്തറമായ ജീവിയാവുമ്പോ, ഇനി ഔമാലൻ മുതലാണെങ്കിലോ, മുഹ്തറമായ മുതലാണെങ്കിലോ, ഇങ്ങനെ ഒരു അക്രമി കൊള്ള ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ തീയിൽ പെട്ടുപോകാൻ പോകുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് നശിക്കാൻ പോകുന്നു, ഈ കണ്ടത് മുഹ്തറമായ ഒരു മുതലാണ്. എന്നാൽ ജാസലഹു, ഈ കണ്ട വ്യക്തിക്ക് ജായിസാണ്. ദാലിക, ഇങ്ങനെ നിസ്കാരം തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി നിസ്കാരത്തെ പിന്തിച്ചു വെക്കുക. അല്ല, നിസ്കാരം തുടങ്ങിയെന്ന് പൂർത്തിയാക്കാൻ നിന്നാൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടാൽ നിസ്കാരത്തെ മുറിക്കുക, അത് ജായിസാണ്. അപ്പോ നേരത്തെ പറഞ്ഞേക്കോ എന്താ, വേഗം നിസ്കരിച്ചു പോയാൽ രക്ഷപ്പെടുത്താൻ കഴിയുന്നോടത്താണ് വേഗം നിസ്കരിച്ചു പോകണമെന്ന് പറഞ്ഞത്. വേഗം നിസ്കരിച്ചു പോയാൽ പറ്റൂല, എന്നാ മുറിച്ചു പോകേണ്ടി വന്നാ മുറിച്ചു പോവുക. അല്ല, തുടങ്ങണതിന് മുമ്പാ കണ്ടത്, എന്നാൽ അത് രക്ഷിച്ചതിന് ശേഷം നിസ്കരിക്കുക, അവിടെ ഖളാ ആയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞ് ജീവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാവുമ്പോൾ നിർബന്ധവും, മുഹ്തറമായ മുതല് രക്ഷിക്കാൻ വേണ്ടിയിട്ടാവുമ്പോൾ ജായിസുമാണ്. അത് വേഗം നിസ്കരിക്കുന്നിടത്തും അങ്ങനെ തന്നെ, മുറിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുന്നിടത്തും അങ്ങനെ തന്നെ. ഹൈവാന് മുഹ്തറമാണെങ്കിൽ ഉജൂബ്, മാല് മുഹ്തറമായ മുതലാണെങ്കിൽ ജായിസും. ജായിസല്ലേ ഉള്ളൂ എന്ന് കരുതി വയന്ന് നിൽക്കണ്ട. വകുരിഹലഹു തുർക്കു, ഈ മുതലിനെ രക്ഷിക്കൽ ഉപേക്ഷിക്കൽ കറാത്താക്കപ്പെടും. നിസ്കാരത്തിലാണിത് കണ്ടത്. തന്റെ മുതലൊരാൾ കട്ടുകൊണ്ടുണ്ട്, നല്ലൊരു ഷൂ ഉണ്ടേനി, ഷൂ രക്ഷിപ്പം തെക്ക് കിട്ടി, നിസ്കരിക്കാൻ തുടങ്ങിയിട്ടിപ്പം വേറൊരാളെ എടുത്തുകൊണ്ടുപോവുക. അതല്ലെങ്കിൽ ഇപ്പം മഴക്കാലാണ്, ഒരു കൊടയും ചൂടി വന്നതാ, കൊട അവിടെ കൊളത്തിട്ട് കണ്ട് ഇപ്പം നിസ്കരിക്കാൻ തെക്കുപേർ കെട്ടി. ഇവൻ തെക്കുപേർ കെട്ടിയത് കണ്ടാണ് വേറൊരാൾ ആ കൊട എടുത്തിട്ട് പോവുക. എന്നാൽ അവിടെ നിസ്കാരം മുറിക്കൽ ജായിസാണെന്ന് മാത്രമല്ല, അത് കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വെക്കണ്ട. കാരണം ഒരു വാലിബിന്റെ കയ്യിൽ അത് കൊടുക്കണ്ട, അല്ലെങ്കിൽ അത് നാശത്തിന് അത് വഴിവെക്കണ്ട. അപ്പൊ അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അപ്പൊ മുഅക്കദായ സുന്നത്താണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. രക്ഷിക്കൽ ജായിസാണെന്ന് പറഞ്ഞാൽ വെറും ലോക്കൽ ജായിസല്ല, വുജൂബില്ലെങ്കിൽ പോലും നഷ്ടപ്പെടുത്തൽ കറാഹത്താവുന്ന തരത്തിലാണ്. അപ്പം രക്ഷിക്കൽ അവന്റെ കടമ തന്നെയാണ് മുതലാണെങ്കിലും. പക്ഷേ ജീവനുള്ള വസ്തു അല്ലാത്തത് കൊണ്ട് വുജൂബില്ല എന്ന് മാത്രം. ഇനി വേറെ മസല, വകുരിഹ കറാഹത്താക്കപ്പെടും ഇബ്തിദാഉ നഫ്ലിൻ, സുന്നത്ത് നിസ്കാരം തുടങ്ങല്, ബഅദ ശുറൂഇൽ മുഖീമി,
ഇഖാമത്ത് കൊടുക്കുന്ന വ്യക്തി തുടങ്ങിയതിനു ശേഷം ഫിൽ ഇഖാമത്ത് വിളിക്കുന്നതിന് തുടങ്ങി. പള്ളിക്കല് ജമാഅത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയതിന് മല്ലാക്ക. അന്നാ പിന്നെ ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം അവിടെ ഒരു സുന്നത്ത് നിസ്കാരം തുടങ്ങൽ കറാഹത്ത. അത് റവാത്തിബാണെങ്കിലും വേണ്ടിയില്ല, അല്ലാതെ തഹിയ്യത്തായാലും വേണ്ടിയില്ല, ഏതായാലും വേണ്ടിയില്ല. ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ സുന്നത്ത് നിസ്കാരം തുടങ്ങൽ കറാഹത്ത. സംഗതി ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങേണ്ടത് എപ്പോഴാ? ഇമാമിനോട് സമ്മതം ചോദിച്ചതിന് ശേഷമാണ്. എപ്പോഴും ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ബാങ്ക് കൊടുത്ത് സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ടൈമുണ്ട്. ആ ടൈം ആവുമ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാ യാ റസൂലല്ലാഹ് എന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയമായി ഓക്കെ ആണെങ്കിൽ അസ്സലാ എന്ന് പറയും. അപ്പോഴാണ് ഇഖാമത്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഇമാമിനോട് സമ്മതം വാങ്ങൽ സുന്നത്തുണ്ട്. അപ്പൊ ഇമാമിനോട് സമ്മതം വാങ്ങാതെ ഇഖാമത്ത് കൊടുത്താലോ ഈ സുന്നത്തിനെതിരാണ്. എന്നാലും ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയ ശേഷം സുന്നത്ത് നിസ്കാരത്തിന് തുടങ്ങൽ കറാഹത്ത് തന്നെയാണ്. അതാവയും ഇമാമിയാണ്. ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങിയ ഈ ഇമാമിന്റെ സമ്മതം വാങ്ങാതെയാണ്, അത് ശരിയല്ല. എന്നാൽ പോലും ഇഖാമത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സുന്നത്ത് നിസ്കാരത്തിന് തുടങ്ങൽ കറാഹത്താണ്. അതേ സമയത്ത് വൈകാന ഫീഹി ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോ ഇയാൾ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങണതിന് മുമ്പ് ഇയാൾ പോയി തക്ബീർ കെട്ടി സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങിയെന്ന്. അങ്ങനെ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇഖാമത്ത് കൊടുത്താലോ അത്തമ്മഹു, എന്നാ പിന്നെ ആ സുന്നത്ത് നിസ്കാരം പൂർത്തിയാക്കാം. പക്ഷേ എപ്പോഴും ഇത്മാമിഹി, ഈ സുന്നത്ത് നിസ്കാരത്തെ പൂർത്തിയാക്കുന്നത് കൊണ്ട് അവൻ ഭയപ്പെടുന്നില്ലെങ്കിൽ ഫൗത്ത ജമാഅത്ത് നഷ്ടപ്പെടും എന്നതിന്. എന്ന് പറഞ്ഞാൽ അപ്പം പതുക്കെ നിസ്കരിക്കുന്ന ഒരാളാണ്. ഇവൻ 2 റക്അത്ത് നിസ്കരിച്ച് ചെയ്യുമ്പോക്ക് ഇമാമിന്റെ നിസ്കാരം ഫർദ് തന്നെ കഴിഞ്ഞു പോവും. മതി കറാത്ത് ഒഴിവാകാൻ. പക്ഷേ സമ്മതം ചോദിക്കൽ സുന്നത്ത് തന്നെയാണ്. ജീവണ്ടായ മതി സംഗതി കറാത്തുനിന്ന് ഒഴിവാകാൻ. എന്നാലും സമ്മതം ചോദിക്കൽ സുന്നത്താണ്. പക്ഷെ സമ്മതം ചോദിക്കാതെ ഇഖാമത്ത് കൊടുത്തു എന്ന കറാത്തുനിന്ന് ഒഴിവാകാൻ ജീവണ്ടായ മതി. ഇപ്പൊ ഉദാഹരണം മഅറൂഫായ ഒരു വഖ്തുണ്ട്. കൃത്യമായിട്ട് ബാങ്ക് വിളിച്ച് 1/4 മണിക്കൂർ കഴിയുമ്പോൾ ഇഖാമത്ത് കൊടുക്കും. അതവിടെ മഅറൂഫാ, അല്ലെങ്കിൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാൽ ആ 1/4 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആകുമ്പോൾ കൊടുക്കുക. കാരണം അത് ഇതിന്റെ മേലുള്ള അലാമത്താ. എന്നാലും അവിടെ സമ്മതം ചോദിക്കൽ സുന്നത്ത് തന്നെയാണ്. പക്ഷേ ഇങ്ങനൊന്നും ഒരു കൃത്യ അലാമത്തൊട്ട് ഇല്ലാണോ, അങ്ങനെ നടന്നു പോരുന്ന ഒരു സുന്നത്തിൽ ഒരു കൃത്യമായ ഒരു നടപടിക്രമമില്ല എങ്കിൽ സമ്മതം ചോദിക്കാതെ ഇഖാമത്ത് കൊടുക്കൽ കറാഹത്ത് തന്നെ വരും. ഇല്ലം യഖ്ശബി ഇത്മാമി ഫൗത ജമാഅത്തി. അപ്പൊ ഈ ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് തുടങ്ങിയ നിസ്കാരം, ആ നിസ്കാരം പൂർത്തിയാക്കാൻ നിന്നാല് ജമാഅത്ത് കഴിഞ്ഞു പോകുന്ന പേടിക്കുന്നില്ലെങ്കിൽ പൂർത്തിയാക്കൽ തന്നെയാണ് നല്ലത്. അപ്പൊ ഇല്ല, ഇനി സുന്നത്ത് നിസ്കാരം പൂർത്തിയാക്കിയാൽ അപ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞു പോകുന്ന പേടിച്ചാലോ ഖതഅഹു, ആ സുന്നത്ത് നിസ്കാരത്തെ അവൻ മുറിക്ക നദ്ബൻ, ഉജൂബൊന്നുമില്ല. കാരണം ജമാഅത്ത് ആദ്യം തന്നെ സുന്നത്താന്നുള്ള കൗലാണ് ഇപ്പൊ നമ്മൾ എടുത്ത്. അപ്പൊ അതനുസരിച്ച് ഈ ജമാഅത്തിൽ സംബന്ധിക്കാൻ വേണ്ടി താൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തെ മുറിക്കാൻ വേണമെങ്കിൽ വന്നിട്ട് വലഹലവിയ ജമാഅത്തിൽ പ്രവേശിക്കുകയും ചെയ്യാം. ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തെ മുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ജമാഅത്തിൽ പ്രവേശിക്കൽ സുന്നത്താവൽ എപ്പോഴാണ്? മാലം യർജു ജമാഅത്തൻ ഉഖ്റ, ഇത് കഴിഞ്ഞാൽ മറ്റൊരു ജമാഅത്തിനെ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ. അതൊക്കെ ഇവിടെ തുടങ്ങിപ്പോയോർത്ത് ഇവൻ സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചു പോയി. ഈ സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചപ്പോഴതിന്റെ ശേഷമാണ് ഇഖാമത്ത് കൊടുത്തത്. ഇനി ഇവൻ ഉദാഹരണം പറയാൻ 4 റക്അത്ത് ഒന്നിച്ച് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിയിരുന്നു. അപ്പൊ തക്ബീർ കെട്ടി 4 റക്അത്ത് തസ്ബീഹ് നിസ്കാരം ചുരുങ്ങിയ നിൽക്കണമെങ്കിൽ ഒരു 20 മിനിറ്റ് എന്നെങ്കിലും വേണ്ടേ? ഇവിടെ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം നിസ്കരിച്ച് കഴിയും എന്ന് കണ്ടു. ഇപ്പൊ തുടങ്ങിയ നിസ്കാരം തന്നെയാണ്. പക്ഷെ അത് പൂർത്തിയാവുമ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞു പോവും. പക്ഷെ ഈ ജമാഅത്ത് കഴിഞ്ഞാൽ ഇനി വേറൊരു ജമാഅത്ത് തൊട്ട് ഇവിടെ കിട്ടൂല എങ്കിൽ ഈ സുന്നത്തിനെ മുറിച്ചുകൊണ്ട് ഈ ജമാഅത്തിൽ പ്രവേശിക്കാം. അല്ല വേറെ ജമാഅത്ത് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലോ തുടങ്ങിയ സുന്നത്ത് മുറിക്കേണ്ട, പൂർത്തിയാക്കിക്കോട്ടെ, അടുത്ത് കിട്ടുന്ന ജമാഅത്ത് കൂടി നിസ്കരിച്ചാൽ മതി, ജമാഅത്ത് പോയാലും കുഴപ്പമില്ല എന്നാണ്. ഇനി
മസ്ബൂഖിനെ സംബന്ധിച്ച് റക്കായത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഫളീലത്ത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ജമാഅത്ത് 3 കാര്യം പറഞ്ഞു. ഒന്ന്, ജമാഅത്ത് കിട്ടാൻ എന്താ വേണ്ടത്? അത് സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പ തുടർന്നാലും മതിയാണ്. 2, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് കിട്ടാൻ എന്താ വേണ്ടത്? അത് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന സമയത്ത് അവിടെ ഹാളിറാവുകയും ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ താമസിയാതെ ഇവൻ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കാര്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക. ഇനി പറയുന്നത് പിന്തി തുടർന്നവന് റക്കായത്ത് കിട്ടാൻ എന്താ വേണ്ടത്? അതാ റക്കായത്ത് എത്തിക്കപ്പെടും. ആർക്ക്? ലി മസ്ബൂഖിൻ, പിന്തി തുടർന്ന ആൾക്ക്. എങ്ങനത്തെ മസ്ബൂഖാണ്? അതറക്ക, അവൻ എത്തിച്ചത് അൽ ഇമാമ, ഇമാമിനെ എത്തിച്ചത് റാക്കിയാൻ, റുക്കൂലായിട്ടാ. ഇവൻ ചെന്നപ്പോ ഇമാമ റുക്കൂലാള്, അല്ലെങ്കിൽ ഇവൻ ചെന്ന് തക്ബീർ കിട്ടിയപ്പോക്ക് ഇമാമ റുക്കൂ പോയി. എന്നാൽ ആ മസ്ബൂഖിന് ഈ റക്കായത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒന്ന്, ബി തക്ബീറത്തുൽ ഇഹ്റാമി, ഇവൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. അത് നിർബന്ധ. അപ്പൊ നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം നൃത്തത്തിൽ ചൊല്ലുക. എന്നിട്ടോ സുമ്മ ഉഖ്റ, അടോ പിന്നെ രണ്ടാമതൊരു തക്ബീർ കൂടി ചൊല്ലുക. എന്തിന്? റുക്കൂയിലേക്ക് കുനിയാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഒരു തക്ബീർ വേറെ ചെല്ലുക. അതെന്തിനാ? അപ്പൊ എല്ലാവർക്കും വേണ്ടേ, മസ്ബൂഖിന് മാത്രമല്ല. അതെന്താന്ന് വെച്ചാൽ ഈ തിരക്കൂട്ടിക്കാണ്ട് അല്ലാഹു അക്ബർ തന്നെ ഒറ്റപ്പോക്ക് റുക്കൂയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം നൃത്തത്തിൽ ചൊല്ലുക. അത് പൂർത്തിയായതിന് ശേഷം റുക്കൂയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു തക്ബീർ ചൊല്ലുക. എന്നാ കുഴപ്പമില്ല. ഈ രണ്ടാമത്തെ തക്ബീർ ചൊല്ലാതിരുന്നാൽ ചില പ്രയാസങ്ങൾ വരാൻ താഴ്ത്തു വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് റുക്കൂയിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലണം എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. ഇതിപ്പോ ഒരു കാര്യം കേട്ടോ, രണ്ടാമത്തെ ഇനി വരുന്നുള്ളൂ. ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. അതിന്റെ ബാക്കി തന്നെ പറയുന്നത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന്റെ പുറമെ റുക്കൂയിലേക്ക് കുമ്പിടുമ്പോൾ ആ കുനിച്ചിലിന് വേണ്ടിയിട്ട് വേറെ തക്ബീർ ചൊല്ലുക. ഇതാണ് ശരിയായ രൂപം. ഇനി ഒന്ന് ചൊല്ലിയാലോ? ഫൈനിഖ്തസറ, ഈ മസ്ബൂഖ് പിന്തി തുടർന്ന ആള് ചുരുക്കിയാല് അലാ തക്ബീറത്തിൻ, ഒറ്റ തക്ബീറ ചൊല്ലുന്നുള്ളൂവെങ്കിലോ, അതല്ലേ ഇപ്പൊ മുജൂബുള്ളൂ. അങ്ങനെയാണെങ്കിലോ അവിടെ പക്ഷേ ഉസ്തുരുത്ത, ഷർത്താക്കപ്പെടും. അയ്യത്തിയ ബിഹ, ആ തക്ബീറത്തിനെ അവൻ കൊണ്ടുവരൽ ലി ഇഹ്റാമിൻ ഫഖത്ത്, ഇത് തക്ബീറത്തുൽ ഇഹ്റാമാണ് എന്ന കരുത്തോട് കൂടി കൊണ്ടുവരണോ. സാധാരണ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. നിയ്യത്തോടു കൂടി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ആകും. പക്ഷെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരു പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം വേറെ ചെല്ലുക, റുക്കൂയിലേക്ക് പോകുമ്പോൾ രണ്ടാമത് വേറെ തക്ബീറില്ല. അതില്ല, ഒറ്റ തക്ബീറ ചെല്ലുകയാണെങ്കിൽ പ്രത്യേകം എന്ത് കരുതണം? ഞാൻ ഈ ചൊല്ലുന്നത് ഇഹ്റാമിന്റെ തക്ബീറാണ് എന്ന് കരുതണം. അതോടുകൂടെ വായുത്തിമ്മഹ, എവിടെ ഒരു തക്ബീറാക്കി അന്നുത്തിമ്മഹ, ആ തക്ബീറത്തിനെ പൂർത്തിയാക്കുകയും വേണം. ഖബല യസീറ ഇലാ അഖല്ലി റുകൂഇ, അഖല്ലു റുകൂയിലേക്ക് എത്തില്ല, അഖല്ലു റുകൂയിലേക്ക് എത്താൻ അടുത്താകുന്നതിന്റെ മുമ്പ് തീരുമാനം. അതായത് നൃത്തത്തിൽ ചെല്ലണം. അതാ പറഞ്ഞതിന്റെ അർത്ഥം. അവന് ഫർളായ ഖിറാഅത്ത് ഫാത്തിഹ ഓതൽ സഹീഹാവുന്ന നിലക്ക് നൃത്തമായി എണ്ണപ്പെടുന്ന സ്ഥലത്ത് വെച്ച് പൂർണ്ണമായും അല്ലാഹു അക്ബർ പറഞ്ഞിരിക്കണം. അതിന് ശേഷമേ റുക്കൂയിലേക്ക് കുനിയാൻ പാടുള്ളൂ. വയില്ല, അങ്ങനെ വന്നില്ല. അതായത് ഒന്നിരിക്കൽ തക്ബീറത്തിനെ കരുതിയില്ല, അല്ല ഇഹ്റാമിനെ കരുതിയില്ല. അതല്ലെങ്കിൽ അല്ലാഹു അക്ബർ പറഞ്ഞപ്പോക്ക് അഖല്ലു റുക്കൂയിലേക്ക് എത്തിപ്പോയി. എന്നാൽ ലം തൻഅഖിദ്, ആ നിസ്കാരം തന്നെ കെട്ടുപെടില്ല, നിസ്കാരം തന്നെ സഹിയാവൂല എന്നർത്ഥം. ആർക്കല്ലാതെ ഇല്ലാലി ജാഹിലിൻ, അതൊന്നും അറിയാത്തൊരു കാക്കെ, അയാൾക്ക് സഹിയാവുമ്പോ എങ്ങനെ 100 സഹിയാവുന്നല്ല. ഫതൻഅഖിദ് ലഹു, അറിയാത്ത ആളാണെങ്കിൽ അയാൾക്ക് ഈ നിസ്കാരം കെട്ടുപെടും. നഫ്ലൻ, മുത്ലഖ് സുന്നത്തായിട്ട്, സുന്നത്ത് കേച്ച കൂലിയിട്ടും ഫർദ് വേറെ കേച്ചണം. അതന്നെ വിവരമില്ലാത്തവർക്ക്. വിവരമുള്ളവരാണെങ്കിലോ നിസ്കാരം തന്നെ സഹിയാവൂല. ഈ കുഴപ്പം വരാതിരിക്കാനാണ് 2 വട്ടം തക്ബീർ ചൊല്ലി. അപ്പൊ ഈ കുഴപ്പം വരൂലല്ലോ. ഒന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നിന്ന നൃത്തത്തിൽ ചൊല്ലി അതിന്റെ ശേഷം അല്ലാഹു അക്ബർ പറഞ്ഞ് കുഞ്ഞോട്ടെ, എന്നാ പിന്നെ കുഴപ്പം വരൂല. അതുകൊണ്ടാണ് 2 തക്ബീർ ചെല്ലണം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ തക്ബീർ ചെല്ലാതിരുന്നാൽ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഇഹ്റാമിന്റെ തക്ബീറാണെന്ന് കരുതുകയും വേണം. അതോടുകൂടി ഫർളായ ഖിയാമിൽ
ഫാത്തിഹ സഹിയാവുന്ന നിലക്കുള്ള ഖിയാമിൽ വെച്ച് അള്ളാഹു അക്ബർ മുഴുവനായി ചൊല്ലി തീർത്തതിന് ശേഷമേ കുനിയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിസ്കാരം തന്നെ സഹിയാവൂല. അതേ സമയത്ത് ബിഖിലാഫി ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാമിനെ കരുതണം എന്ന് പറഞ്ഞു. ബിഖിലാഫി മാ ലൗ നവർ റുക്വ ബഅദഹു, തക്ബീറത്തുൽ ഇഹ്റാമിനെ കരുതാതെ റുക്കൂക്ക് പോകുന്നു എന്ന് കരുതി മാത്രമായി എന്നാൽ നിസ്കാരം തന്നെ സഹിയാവൂല. എന്തുകൊണ്ട് ലിഖുലൂവിയ നിസ്കാരം ഒഴിവായാൽ തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലാതായില്ലേ? അതുകൊണ്ട് റുക്കൂന് കരുതിയാല് നിസ്കാരം തന്നെ സഹിയല്ല. ഔ മാ തഹറുമി, അല്ലെങ്കിൽ രണ്ടുകൂടി കരുതി, തക്ബീറത്തുൽ ഇഹ്റാമിനെയും കരുതി റുക്കൂവിനെയും കരുതി, രണ്ടുകൂടി കരുതിയാലോ എന്നാലും സഹിയാവൂല. കാരണം എന്താ, തശ്രീക്ക് ഫർദും സുന്നത്തും കൂടി കൂറാക്കുമ്പോ ഏതുപോലെ വെച്ചാൽ ദുഹൂറിന്റെ സുന്നത്തും ബുഹൂറും കൂടി ഒന്നിച്ച് സ്കരിക്കാം, അത് പറ്റൂലല്ലോ. എന്നതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമും റുക്കൂയിലേക്കുള്ള തക്ബീർ രണ്ടും കൂടി കരുതിയാല് രണ്ടും ഉണ്ടാവൂല. ഞാൻ അത്തിലൊക്കെ ഒന്നും കരുതാതൊന്നും എന്നാലും സഹിയാവൂല. എന്താ, ഒന്നും കരുതാതെ സാധാരണ അങ്ങനെയാണ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലല്. പക്ഷെ ഇവൻ പ്രത്യേക സാഹചര്യത്തിലായതുകൊണ്ട് ഒന്നും കരുതാതായാലും ഓന്റെ നിസ്കാരം സഹിയാവൂല. അത് കാരണം എന്താ, ലിതഅറുദി ഖരീനത്തിൽ ഇഫ്തിതാഹി വൽ ഹുവി, തുടങ്ങ എന്ന ഖരീനത്ത് കൊണ്ട് നോക്കുമ്പോ തക്ബീറത്തുൽ ഇഹ്റാം ആവാനാണ് സാധ്യത. അതേസമയത്ത് കുമ്പിടുമ്പോഴാണ് ചെല്ലിയെന്നുള്ളത് കൊണ്ട് റുക്കുവിലേക്കുള്ള തക്ബീറാകാനാണ് സാധ്യത. അപ്പൊ ഇവൻ നിർണയിക്കാത്തോടത്തോളം കാലം രണ്ടും ഉണ്ടാവൂല. അപ്പോ റുക്കുവിന് മാത്രം എന്ന് കരുതി, അല്ലെങ്കിൽ റുക്കുവിനും തക്ബീറത്തുൽ ഇഹ്റാമിനും കൂടി കരുതി, അല്ലെങ്കിൽ ഒന്നും കരുതാതിരുന്ന് ഈ മൂന്ന് രൂപത്തിലും നിസ്കാരം തന്നെ സഹിയാവൂല. ഇതൊക്കെ എപ്പോഴാ പ്രശ്നം? ഒറ്റ തക്ബീറിലാണെങ്കിൽ. ഈ കുഴപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം എന്ത് പറഞ്ഞത്, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക, എന്നിട്ട് റുക്കുവിലേക്ക് പോകുമ്പോൾ വേറെ പ്രത്യേകം തക്ബീർ ചൊല്ലിക്കൊണ്ട് പോവുക എന്ന് പറയാൻ കാരണം ഈ കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഖരീനത്ത്, അതായത് തുടങ്ങുക എന്നറിയുന്നതും റുക്കൂവിലേക്ക് കുനിയാന്ന് പറയുന്ന രണ്ട് സാഹചര്യ തെളിവുകൾ പരസ്പരം വൈരുദ്ധ്യമായതുകൊണ്ട് ഒന്നും കരുതാതിരുന്ന ബാത്തിലാവും. അപ്പം വജബത്ത് ഉജൂബാണ് ഈ നിയ്യത്തു തഹറുമി, ഈ ഒറ്റ തക്ബീർ ചെല്ലുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമാണെന്ന് കരുതൽ പ്രത്യേകം നിർബന്ധമാവുന്നു. എന്തിനാ, ലിതംതാസ, ഈ തഹറുമിന്റെ തക്ബീറത്ത് വേർതിരിയാൻ വേണ്ടിയിട്ട്, അമ്മ ആറളഹ, അതിന്റെ വിപരീതമായിരിക്കുന്ന ഒരു തക്ബീറിനെ തൊട്ട്, എന്താ മിൻ തക്ബീരിൽ ഹുവി, റുക്കുവിലേക്കുള്ള കുനിച്ചിലിന്റെ തക്ബീർ അല്ല ഇഹ്റാമിന്റെ തക്ബീറാണ് എന്ന് വേർതിരിയാൻ വേണ്ടിയിട്ട് ഇഹ്റാമിന് വേണ്ടി തക്ബീർ ചൊല്ലുകയാണ് എന്ന നിയ്യത്ത് ഉണ്ടാവണം. ഒരു തക്ബീർ ഇല്ലാണെങ്കിൽ അല്ലെങ്കിൽ നിസ്കാരം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഒന്നിപ്പോ എന്താ പറഞ്ഞത്, രണ്ട് കാര്യം ഉണ്ടായാലും മസ്ബൂക്കിന് എന്ത് കിട്ടുക, അവിടെ തിരില്ല, അത് തുടങ്ങണേ ഉള്ളൂ. ഒന്നിപ്പോ എന്ത് പറഞ്ഞു, ഒന്ന് നൃത്തത്തിൽ പൂർണ്ണമായി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി റുക്കുവിലേക്ക് കുനിയണം. രണ്ടാമത്തേത് വബിഇദ്റാക്കി റുകൂഇൻ മഹ്സൂബിൻ ലിൽഇമാമി, ഇമാമിന് എണ്ണപ്പെടുന്ന റുക്കൂയിൽ ഇമാമിനോടുകൂടെ തുമനീനത്ത് കിട്ടുകയും വേണോ. മൗമുനെ റുക്കു കിട്ടാറിഞ്ഞതാ, ഇമാമിന്റെ കൂടെ മൗമൂമിന് റുക്കൂയിൽ അനക്കമടങ്ങണം, എന്നാലാണ് കിട്ടുക. അപ്പൊ രണ്ട് ഷർത്ത് ബി അംറൈനി പറഞ്ഞ രണ്ടാണ്. അതാ മസ്ബൂക്കായ ആൾക്ക് അഥവാ ഇമാമ റുക്കൂയിലായ സമയത്തോ റുക്കൂയിലേക്ക് പോകാൻ അടുത്ത സമയത്തോ വന്നു തുടർന്ന ആൾക്ക് റക്കാത്ത് കിട്ടണമെങ്കിൽ രണ്ട് ഷർത്ത്. ഒന്ന്, തക്ബീറത്തുൽ ഇഹ്റാം പൂർണ്ണമായി നൃത്തത്തിൽ നിന്ന് ചൊല്ലി എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്, റുക്കൂയിൽ ഇമാമ് റുക്കൂയിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് ഇമാമിന്റെ കൂടെ റുക്കൂയിൽ തുമനീനത്ത് കിട്ടണം, അഥവാ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആവശ്യമായ ഖദർ ഇമാമ് അഖദ് റുക്കൂവിന്റെ അതിർത്തിയിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് മൗമൂമിന് കിട്ടിയിരിക്കണം. ഈ രണ്ടും കൂടി ഉണ്ടായാൽ എന്ത് കിട്ടും, റക്കാത്ത് കിട്ടും. അതിപ്പോ തൽക്കാലം ഇമാം റുക്കൂയിൽ പോകാൻ പോകുന്ന സമയത്ത് പള്ളിയിലെത്തിയ മൗമൂമാണെങ്കിലും നേരത്തെ തന്നെ പള്ളിയിലുണ്ട്, ഇവങ്ങനെ ചൊറി കുത്തി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തൊപ്പി എന്നാക്കി തലയെക്കെട്ടിയൊക്കെ ആക്കി തുണി ശരിയാക്കി കാറിക്കുറച്ച് ഒക്കെ സമയം താമസിപ്പിക്കുന്ന നമ്മളെ നാട്ടിലെ ചില അന്തംകമ്മികളുണ്ട്. അങ്ങനത്തോനാണെങ്കിലോ ഓനാണെങ്കിലും റക്കാത്ത് കിട്ടും. അതാ പറഞ്ഞേ, വൈൻ കസറൽ മൗമൂമു, മൗമൂമ് വീഴ്ച വരുത്തിയവരാണെങ്കിലും, അതായത് ഫലം യുഹരിം, അവൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാതെന്നതാണ് ഇല്ലാ ഓവറാക്കിയവൻ ഇമാം റുക്കൂലെത്തിയില്ല. ഇയാള് നേരത്തെ എത്തിയാട് തക്ബീർ കെട്ടുന്നതിന് പകരം ഇയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചോലായി. പിന്നെ ഇമാം റുക്കൂയിൽ പോയതിനു ശേഷം അബദ്ധ തക്ബീർ കെട്ടി, എന്നാ ഓനും ഈ നിയമം ബാധകം തന്നെയാണ്. ഏത് നിയമം?
റക്കാത്ത് ഈ രണ്ട് ഷർത്തോടു കൂടി റക്കാത്ത് കിട്ടും. നൃത്തത്തിൽ പൂർണ്ണമായി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുകയും റുക്കുയിൽ ഇമാമിന്റെ കൂടെ തുമൈനിനത്ത് കിട്ടുകയും ചെയ്താൽ റക്കാത്ത് കിട്ടും. ഓൻ വീഴ്ച വരുത്തിയെന്നുള്ളത് വേറെ വിഷയം. ഇനി അപ്പോ റക്കൂ ഇമാമിനോട് കൂടെ കിട്ടുകയും പൂർണ്ണമായി തക്ബീറത്തുൽ ഇഹ്റാം നൃത്തത്തിൽ ചൊല്ലുകയും വേണം. എന്നാലാണ് റക്കാത്ത് കിട്ടുക എന്ന് പറഞ്ഞല്ലോ. ഞാൻ എന്റെ വിശദീകരണം. വഖറജ ബിർറുകൂഇ ഇമാമിന്റെ കൂടെ റുക്കൂ കിട്ടുക എന്ന് പറഞ്ഞത് കൊണ്ട് ഉറപ്പെട്ടു. വൈറുഹു റുക്കൂ അല്ലാത്തത്, റുക്കുവിന്റെ ശേഷമുള്ള ഏത് കിട്ടിയാലും ജമാഅത്തിന് കൂലി കിട്ടും, പക്ഷേ റക്കാത്ത് കിട്ടുന്നതല്ല. അല്ലാത്തതെന്ന് പറഞ്ഞതുപോലെ കല്ലിയെത്തിദാലി ഇവൻ ചെന്ന പോക്ക് ഇമാമ റുക്കൂന്നിട്ട് ഉയർന്ന് എത്തിദാലിലെത്തിന്ന്, എന്നാല് എത്തിദാല് കൂടാ, പക്ഷേ എന്ത് കിട്ടൂല, റക്കാത്ത് കിട്ടൂല. നമ്മുടെ നാട്ടിൽ അങ്ങനെ താറാറുണ്ട്. ഇമാമ് റുക്കൂന്ന് പൊന്തി പിന്നെ സുജൂദക്ക് പോയി, എന്നാ പിന്നെ ഞാൻ തുടരൂല. അടുത്ത റക്കാത്ത് ഇമാമ് നൃത്തത്തിക്ക് വരുന്നത് വരെ ഇപ്പം നെട്ടായിട്ട് ഇങ്ങനെ നിൽക്കുക. നമ്മളെ നാട്ടിലെ ആലിമീങ്ങൾ ധാരാളം ഉണ്ട്, ഇൽമും അതിന്റെ മാർഗങ്ങളും ധാരാളം ഉണ്ടെങ്കിലും ചില ദുസ്വഭാവങ്ങൾ മാറാൻ ബാക്കി നമ്മുടെ നാട്ടിൽ ഇഞ്ഞുണ്ട്. അതിൽ പെട്ടതാണ് ഒന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞ മസ്ബൂഖിനെ തുടരൽ. മറ്റൊന്നാണ് ഈ പറഞ്ഞത്, ഇമാമ് റുക്കൂന്ന് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ റക്കാത്ത് കിട്ടൂലല്ലോ. എന്നാല് പിന്നെ നമ്മൾ തുടരാൻ വേണ്ടിയിട്ട് ഇമാമ് സുജൂദൊക്കെ കഴിഞ്ഞ് നൃത്തത്തിലേക്ക് വന്ന് അടുത്ത റക്കാത്തിൽ നൃത്തത്തിലേക്ക് എത്തുന്നത് വരെ ഇപ്പം വെറുതെ കാത്തു നിന്ന് നിൽക്കുക. എന്നിട്ട് പിന്നെ ഇമാമ് നൃത്തത്തിലെത്തിയിട്ടേ തക്ബീർ കിട്ടുള്ളൂ. അതൊരു വീഴ്ചയാണ്. എവിടെയും ഇമാമിനെ തുടരാം. തന്നെയല്ല അതിനൊക്കെ കൂലിയും കിട്ടും. ഇമാമിന്റെ കൂടെ ഇത്തിദാല് ചെയ്താലും ഇമാമിന്റെ കൂടെ സുജൂദ് പോയാലും ഇടയിലിരുന്നാലും അതിനൊക്കെ കൂലി കിട്ടും. ഒന്നും വെറുതെ അല്ല. ലാഭം നോക്കിയല്ലേ, നഷ്ടം തന്നെയാണ്. കാരണം എന്താ, റക്കാത്ത് കിട്ടില്ല പറഞ്ഞിട്ട് അതിനൊക്കെ കൂലി കിട്ടൂ. ഇമാമിന്റെ കൂടെ റക്കാത്ത് കിട്ടലൊന്നും ഷർത്തില്ല. റക്കാത്ത് കിട്ടിയാൽ നല്ലത് മാത്രം. റക്കാത്ത് കിട്ടാതെ തന്നെ ജമാഅത്തായി ഇമാമിന്റെ കൂടെ കിട്ടുന്ന എല്ലാ ഭാഗത്തിനും 27 ദർജ ഫദീലത്ത് വെറുതെ കിട്ടൂ. അപ്പൊ ആ സുജൂദിനും ആ ഇടയിലിരുത്തത്തിനും അതിനൊക്കെ എന്ത് കിട്ടുന്നുണ്ട്, ജമാഅത്തിന്റെ കൂലി കിട്ടുന്നുണ്ട്. എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? അപ്പൊ എവിടെയും തുടരാ, പക്ഷെ റക്കാത്ത് കിട്ടണമെങ്കിൽ റുക്കോയി കിട്ടണം. റുക്കോ കഴിഞ്ഞാൽ പിന്നെ റക്കാത്ത് കിട്ടൂല. ഇനി വബിൽ മഹ്സൂബി ഇമാമിന് എണ്ണപ്പെടുന്ന റുക്കു ആയിരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടുപോയി ഏത് വൈറുഹു എണ്ണപ്പെടാത്ത റുക്കു. എണ്ണപ്പെടാത്ത റുക്കു എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരാം. അതുപോലെയൊക്കെ റുക്കു മുഅ്ജിസിൻ ഉദു ഇല്ല, ആ കാര്യം ഓർമ്മയില്ലാതെ ഒരു ഇമാമ് നിസ്കരിക്കുക. ഉദു എടുത്തിനുള്ള ധാരണയിൽ നിസ്കരിച്ചതാണ്. മൗമൂമിങ്ങൾ അയാളോട് തുടർന്നും ചെയ്തു. എന്നാൽ മൗമൂമിയങ്ങൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും, പക്ഷേ ഈ റുക്കോയി ആർക്കും എണ്ണപ്പെടുന്നില്ല, ഇമാമിന് എണ്ണപ്പെടുന്നില്ല. അങ്ങനത്തെ റുക്കോയിൽ ചെന്ന് തുടർന്നാൽ ജമാഅത്ത് സഹിയാവും, പക്ഷേ ആ റക്കാത്ത് കിട്ടൂല. കാരണം എന്താ, ഫാത്തിഹ ഇമാമ് ചുമക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ റക്കാത്ത് കിട്ടുന്നത്. ഇവിടെ ഇമാം ഫാത്തിഹ ചുമക്കാൻ അർഹനല്ല, കാരണം അയാൾക്ക് ഉദൂല്ല. പിന്നെ എങ്ങനെ ജമാഅത്തിന്റെ കൂലി കിട്ടിയത്? അത് ബാഹ്യ അവസ്ഥ നോക്കിയിട്ടാ. ലാഹിറിൽ ഇമാമ് നിസ്കരിക്കുകയാണല്ലോ, ആ നിസ്കാരത്തിനോട് തുടർന്നത് കൊണ്ടാണ് ജമാഅത്തിന്റെ കൂലി കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഇമാമ് ഇവന്റെ മേൽ ഫർളായ ഫാത്തിഹ ഇമാമെ ഏൽക്കണമെങ്കിൽ ഇമാം അതിന് അർഹനായിരിക്കണം. അപ്പൊ ഉദൂല്ലാത്തവന്റെ അല്ലെങ്കിൽ ജനാബത്തുള്ളവന്റെ നിസ്കാരത്തിൽ തുടർന്നാൽ അറിയാതെയാണ് നമ്മൾ തുടരുന്നത്. ഓനും തന്നെ മനഃപൂർവ്വമല്ല അറിയാതെ നിസ്കരിക്കുന്നത്. എന്നാൽ അവിടെ ഇമാമ് ചുമക്കാൻ അർഹനല്ല. അതുകൊണ്ട് റക്കാത്ത് ഫാത്തിഹ മുഴുവൻ കിട്ടിയെങ്കിൽ തന്നെ റക്കാത്ത് കിട്ടുള്ളൂ, റുക്കുവിൽ തുടർന്നാൽ കിട്ടൂല. ഇനി അതുപോലെ തന്നെ വമൻ ഫീ റക്കാത്തിൻ സായിദത്തിൻ, ഇനി വുദൂനൊന്നും കുഴപ്പമൊന്നുമില്ല, ശരിക്കും തന്നെയാണ്. പക്ഷെ ഇമാമ് മറന്നുകൊണ്ട് 4 റക്കാത്തുള്ള നിസ്കാരത്തിൽ 5 റക്കാത്തിലേക്ക് എഴുന്നേറ്റാണ്, അല്ലെങ്കിൽ 3 റക്കാത്തുള്ള നിസ്കാരത്തിൽ 4ലേക്ക് എഴുന്നേറ്റാണ്. ആ റക്കാത്തിലെ റുക്കുവിലാ പോയി തുടർന്നത്, എന്നാലും കിട്ടൂല. കാരണം എന്താ, ഇമാം മറന്നുകൊണ്ടായതുകൊണ്ട് അയാൾ നിസ്കാരം ബാത്തിലായിട്ടില്ല. എങ്കിലും ഇത് അധികരിച്ചതായത് കൊണ്ട് അയാൾക്ക് എണ്ണപ്പെടൂല. അപ്പോ എണ്ണപ്പെടാത്ത റുക്കുവിൽ തുടർന്നാൽ, അഥവാ മറന്നുകൊണ്ട് 5 റക്കാത്തിലേക്ക് എഴുന്നേറ്റ് 6 റക്കാത്തിലാണ് റുക്കുവിൽ തുടർന്നതെങ്കിൽ ജമാഅത്ത് 6 റക്കാത്ത് കിട്ടൂല. അതേ സമയത്ത് നേരത്തെ തുടർന്നു, ഫാത്തിഹ മുഴുവനായി കിട്ടി, എന്നാ കുഴപ്പമില്ലാണോ. അപ്പൊ ഉദൂ ഇല്ലാത്ത, ശുദ്ധി ഇല്ലാത്ത ഇമാമിനെ തുടർന്നു. ശുദ്ധി ഇല്ലാത്തെന്നൊരു ഉദാഹരണം. ഇനി പ്രത്യക്ഷമല്ലാത്ത നജസ്സുള്ള ഇമാമിനോട് തുടർന്നു, എന്നാൽ അയാൾക്ക് എണ്ണപ്പെടാത്ത റുക്കു ആയതുകൊണ്ട് റുക്കുവിൽ തുടർന്നവന് റക്കാത്ത് കിട്ടൂല. അല്ലെങ്കിൽ മറന്നുകൊണ്ട് 5 റക്കാത്തിലേക്ക് എഴുന്നേറ്റ ആ 5 റക്കാത്തിലെ റുക്കുവിൽ തുടർന്നാൽ നിസ്കാരം സഹിയാവുമെങ്കിലും ആ റക്കാത്ത് ഇമാമിന് എണ്ണപ്പെടാത്തതായതുകൊണ്ട് റക്കാത്ത് മസ്ബൂക്കിന് കിട്ടൂല. അപ്പൊ ഇമാമിന് എണ്ണപ്പെടുന്ന റുക്കുവിൽ ഇമാമിന്റെ കൂടെ തുമൈനീനത്ത് കിട്ടണം എന്നർത്ഥം.
ഇനി ഇമാം സർക്കശി തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു എന്നാ മൂപ്പര് പറഞ്ഞത് തന്നെ. അതെന്താ അങ്ങനെ ഒരു ഇബാറത്ത് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന മസല മുഅ്തമദല്ല, ലൈഫാണ് എന്നതിലേക്ക് ഇഷാറത്താണ് ആ പ്രയോഗം. വഖഅ എന്ന് പറഞ്ഞത് എവിടെ? ഫീ ഖവായിദിഹി, തന്റെ ഖവായിദ് എന്ന് പറയുന്ന കിതാബില് വലഖലഹു, ആ ഖവായിദിൽ ഇമാം സർക്കശി തങ്ങൾ പറഞ്ഞതിനെ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്? അൽ അല്ലാമത്തു അബുൽ മസ്ഊദ് എന്നവര് അതിനെ ഹിക്കായത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രല്ല ഇബ്നു വഹീറ തങ്ങളും ഫി ഹാശിയത്തിൽ മിൻഹാജി, ഇബ്നു വഹീറ തങ്ങൾ തന്റെ ഹാശിയത്തിൽ മിൻഹാജിൽ അതിനെ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അത്? അന്നഹു യുഷ്തർത്തു അയ്ളൻ. ഇപ്പൊ നമ്മൾ 2 ഷർത്താ പറഞ്ഞത്. മസ്ബൂക്കിന് റക്അത്ത് കിട്ടണമെങ്കിൽ 2 ഷർത്ത്. ഒന്ന്, നൃത്തത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. 2, ഇമാമിന് എണ്ണപ്പെടുന്ന റുക്കൂഇൽ ഇമാമിനെ എത്തിക്കണം. മൂന്നാമതൊരു ഷർത്ത് എന്താ? അയ്യക്കൂനൽ ഇമാമു, ഈ ഇമാം ആയിരിക്കുകയും വേണം അഹ്ലല്ലി തഹമ്മുലി, ഫർളിനെ മൗമൂമിങ്ങളിൽ നിന്നിട്ട് ഏറ്റെടുക്കാൻ അഹ്ലായ ആളായിരിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ ഫർള് വീടാൻ അർഹനായിരിക്കുന്ന ആളാവണോന്ന്. എന്ന് പറഞ്ഞാലോ ഫലൗകാനൽ ഇമാമു സ്വബിയൻ, അപ്പൊ ഒരു കുട്ടിയാണ് ഇമാമിക്കണത് എങ്കിലോ ലം യകുൻ, ഈ പിന്തി തുടങ്ങി റുക്കുവിൽ തുടർന്ന ആളാവൂല. മുദ്രിക്കല്ലി റക്കാത്തിനെത്തിക്കുന്നവനാവൂല. എന്താ കാരണം? ലിഅന്നഹുകാന, ഈ കുട്ടി ലൈസ അഹ്ലല്ലി തഹമ്മുലി, ഫർദിനെ ഏറ്റെടുക്കാൻ അഹ്ലായിട്ടില്ല. കാരണം കുട്ടിക്ക് നിസ്കാരം ഫർദില്ലല്ലോ. കുട്ടിന്റെ നിസ്കാരം സഹിയാവും, അത് വേറെ വിഷയം. പക്ഷെ കുട്ടിക്ക് നിസ്കാരം ഫർദില്ലല്ലോ. നിസ്കാരം ഫർദില്ലാത്ത ഒരാള് നിസ്കാരം ഫർദുള്ള ആളുടെ ഫർദിനെ എങ്ങനെ ഏറ്റെടുക്കാന്ന് എന്നിങ്ങനെ ഇമാം സർക്കശി തങ്ങൾ തന്റെ ഖവായിദിൽ പറയുകയും ഇബ്നു വഹീറ തങ്ങളും ഇമാം അബുൽ മസ്ഊദ് തങ്ങളും, അങ്ങനെ ഒരാളെ കേട്ടിട്ടില്ല, ഏതായാലും ആട്ടെ, അങ്ങനെ ഒരാളുണ്ടായിരിക്കും, അതിനെ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വൈഫ അങ്ങനെ ഒരു ഷർത്ത് പറഞ്ഞിട്ടില്ല. കാരണം അയാളുടെ നിസ്കാരം സഹിയാണല്ലോ, ഇമാമത്ത് സഹിയാണല്ലോ. എന്നാൽ അയാളൊക്കെ എണ്ണപ്പെടുന്ന റുക്കൂയിൽ തുമനീനത്ത് കിട്ടുകയും തക്ബീറത്തുൽ ഇഹ്റാം ഖിയാമിൽ കിട്ടുകയും ചെയ്താൽ ജമാഅത്ത് കിട്ടും എന്നുള്ളത് തന്നെയാണ് സഹി. ഇത് സഹിയല്ല, അത് മുഅ്തമദിന് മാറ്റാം. ഇനി വാബി ഇദ്റാക്കി റുക്ഉൻ മഅ്സൂബ് എന്ന് പറഞ്ഞാൽ പോലെ താമിൻ, പൂർണ്ണമായ നിലക്ക് റുക്ഉ കിട്ടണം. ഇമാമിന് എണ്ണപ്പെടുന്ന റുക്ഉ പൂർണ്ണമായ നിലക്ക് മൗമൂമിന് കിട്ടണം, എന്നാലേ റക്അത്ത് കിട്ടുള്ളൂ. അങ്ങനെ പൂർണ്ണമായത് അറിയണത് വ്യായസമയിന്ന, ഈ മസ്ബൂക്കായ ആൾക്ക് തുമൈനീനത്ത് കിട്ടണം, അനക്കം അടങ്ങണം. ഖബില ഇർതിഫാഇൽ ഇമാമി, ഇമാം ഉയരുന്നതിന് മുമ്പ്. മിൻ അഖല്ലി റുക്ഉഇ, അഖല്ലു റുക്ഉഇന്റെ ഖദർ, ഫർളായ റുക്ഉഇന്റെ ചുരുങ്ങിയ കോലുണ്ടല്ലോ, ആ ഖദറിൽ നിന്നിട്ട് ഇമാം ഉയരുന്നതിന് മുമ്പ് മൗമൂമിന് റുക്ഉഇൽ അനക്കമടങ്ങി സുബ്ഹാനല്ലാഹ് എന്ന് പറയാനുള്ള ഖദർ കിട്ടണം. ഇനി അത് തിരിയാതെക്കണ്ട, പണ്ട് പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. ഈ അഖല്ലു റുക്ഉ എന്ന് പറഞ്ഞാൽ ബുലൂഗ് റാഹത്തൈഹി റുക്ബത്തൈഹി, നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ 2 ഉള്ളം കൈ 2 കാൽമുട്ടിൽ എത്തുന്ന ഖദറാണ്. ആ ഖദറിൽ നിന്നിട്ട് വിടുന്നതിന്റെ മുമ്പ് മൗമൂമിന് തുമൈനീനത്ത് അനക്കം അടങ്ങി കിട്ടണം റുക്ഉഇൽ, എന്നാലേ ആ റക്അത്ത് മൗമൂമിന് കിട്ടുള്ളൂ. ഈ അനക്കം മടങ്ങല് എങ്ങനെ വേണം? യഖീനൻ, ഉസ്വാസാരി ജാഗ്രതയി. ഇവിടെ ഭയങ്കര പ്രശ്നമാണത്. യഖീനായിട്ട് തന്നെ എന്ത് വേണം? ഇമാമിന്റെ കൂടെ തുമൈനീനത്ത് കിട്ടിയിരിക്കണം. കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള വെന്നുണ്ടായാൽ പോരാ എന്നാണ് പറയുന്നത്. കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം ഈ യഖീനുമലാണ് കുടുങ്ങുക. യഖീൻ എന്ത് വേണമെന്നറിയോ? കണ്ണുള്ളവൻ കാണണം, കാണാത്തവൻ ഇമാമിന്റെ പുറത്ത് തൊട്ടറിയണം എന്നാ പറയാം. അപ്പൊ നടക്കുവോ? അത് നടക്കും ഒരു ഇമാമും മോമും ഒക്കെ ആണെങ്കിൽ. അതേ സമയത്ത് 10, 25, 30 സൊഫുള്ള അതിന്റെ ബാക്ക് വന്നിരുത്തം തുടർന്ന ഇമാമിന്റെ പുറമ്പം കാണുമോ? അല്ലെങ്കിൽ കണ്ണില്ലാത്തവനാണെങ്കിൽ തൊടാൻ കിട്ടുമോ? അതാണ് യഖീൻ. കണ്ടോ? അതായത് ഫലഉലം യത്മഇന്ന ഫീഹി, റുക്ഉഇൽ ഈ മഅ്മൂമിന് തുമൈനീനത്ത് കിട്ടിയില്ലെങ്കിൽ എപ്പോ ഖബല ഇർതിഫാഇൽ ഇമാമി,
ഇമാം ഉയരുന്നതിന്റെ മുമ്പ് തീരൂലല്ലോ മിൻഹു ഈ റുക്കൂയിൽ നിന്നിട്ടും അക്കൽ റുക്കൂവിന്റെ ഖദറിൽ നിന്നും ഇമാം ഉയരുന്നതിന്റെ മുമ്പ് തുമൈനീനത്ത് കിട്ടിയില്ല, ഉറപ്പായിട്ടും കിട്ടിയില്ല. അതല്ലെങ്കിൽ തുമൈനീനത്തി ഇമാം ഉയരുന്നതിന് മുമ്പ് മഅ്മൂമിന് തുമൈനീനത്ത് അനക്കം മടങ്ങൽ കിട്ടിയോ എന്ന് സംശയമായാൽ ഫലാ യുദ്രിക്കു റകഅത മസ്ബൂഖിന് റകഅത്ത് കിട്ടൂല. മനസ്സിലായോ? ഉറപ്പായിട്ടും തുമൈനീനത്ത് കിട്ടണം. അപ്പൊ കിട്ടിയിട്ടില്ല എന്ന് ഉറപ്പാവുകയോ കിട്ടിയോ കിട്ടിയില്ല എന്ന് സംശയമാവുകയോ ചെയ്താൽ രണ്ടായാലും എന്ത് കിട്ടൂല? റകഅത്തിന് അവന് കിട്ടൂല. അപ്പൊ പിന്നെന്താ വേണ്ടത്? ഷക്കാണെങ്കിൽ കിട്ടിയോ കിട്ടിയിട്ടില്ല എന്ന് സംശയമാണെങ്കിൽ എന്ത് വേണം? അപ്പോ അവസാനം ഇമാം സലാം വീട്ടിയതിനു ശേഷം റകഅത്ത് നിസ്കരിക്കും വേണം. വയസ്ജുദു ഷാക്കു തുമൈനീനത്ത് കിട്ടിയോ കിട്ടിയില്ലേ എന്ന് സംശയിച്ചവൻ സുജൂദ് ചെയ്യണം. സെവിന് വേണ്ടി സുജൂദ് ചെയ്യണം എന്നല്ല, ഒരു റകഅത്ത് നിസ്കരിച്ചിട്ട് സുജൂദ് ചെയ്യണം. കാരണം അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കിട്ടിയെന്ന് ഉറപ്പില്ല, ഞാൻ റകഅത്ത് കിട്ടൂല പറഞ്ഞു. അപ്പൊ റകഅത്ത് പിന്നെ നിസ്കരിക്കണം. ആ നിസ്കരിക്കുമ്പോൾ നേരത്തെ തുമൈനീനത്ത് കിട്ടിയെങ്കിൽ ഇത് ഏറെയാണ്, കിട്ടിയില്ലെങ്കിൽ ഇത് ഓക്കെയാണ്. അപ്പൊ ശക്ക് അവിടെ ബാക്കി ഉണ്ടാവും ഇമാമ സലാം വീട്ടിയതിന്റെ ശേഷവും. അതുകൊണ്ട് അവൻ സെഹ്വിന്റെ സുജൂദ് ചെയ്യുകയും വേണം, റകഅത്ത് നിസ്കരിക്കുകയും വേണം. കമാൽ ഫിൽ മജ്മുഈ നബി ഇമാമ തങ്ങൾ മജ്മുഈൽ അങ്ങനെയാണ് പറഞ്ഞത്. കാരണം എന്തുകൊണ്ട്? അന്നഹു അപ്പൊ ഇമാമിന്റെ കൂടെ ശക്ക് കൊണ്ട് ഇമാമ ചുമക്കൂലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി ലിഅന്നഹു കാരണം ഈ മസ്ബൂഖ് ഷാക്കുന്നോൻ സംശയമുള്ളവനാണല്ലോ. ബഅദ സലാമിൽ ഇമാമി ഇമാമ സലാം വീട്ടിയതിന് ശേഷവും സംശയമുണ്ട് ഫി അദദി റകഅത്തിഹി റകഅത്തിന്റെ എണ്ണത്തിൽ. എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ കൂടെ തുമൈനീനത്ത് കിട്ടിയെങ്കിൽ ഇത് 5 റകഅത്താ, തുമൈനീനത്ത് കിട്ടിയില്ലെങ്കിൽ ഇത് 4 റകഅത്താ. അപ്പൊ 4ആണോ 5ആണോ എന്നുള്ള ശക്ക് എപ്പോഴും ഉണ്ട്. ഇമാമ സലാം വീട്ടിയിട്ട് ഒരു റകഅത്ത് നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ സംശയം ബാക്കിക്കും, അതിനു വേണ്ടിയിട്ട് സുജൂദ് ചെയ്യണം. ഫലായത്താമലു ഇമാമ സലാം വീട്ടിയതിന് ശേഷം നിലക്കുന്ന സംശയം ഇമാമ ചുമക്കൂലല്ലോ. ഇനി അസ്നവിയു ഇമാം അസ്നവി ബഹസായി പറഞ്ഞിരിക്കുന്നു വുജൂബ് റുക്കൂഇൻ ഒരു റുക്കൂവിനെ തുടരൽ വുജൂബാണ്, റുക്കൂയിൽ തുടരൽ വുജൂബാണ്. എങ്ങനത്തെ റുക്കൂ? അദ്റക ബിഹി ആ റുക്കൂയിൽ തുടരൽ കൊണ്ട് അവൻ എത്തിക്കും റകഅത്തൻ ഒരു റകഅത്ത് പൂർണ്ണമായിട്ട് എത്തിക്കും ഫിൽ വഖ്തി അതായിട്ട്. എന്ന് പറഞ്ഞാൽ ഒരാള് നിസ്കരിക്കാൻ ചെന്നപ്പോ അസറാൻ കൊടുക്കാനായിന്, ഇപ്പം വേഗം തക്ബീറത്തുൽ കെട്ടി ഫാത്തിഹ ഓതി റുക്കൂ ചെയ്ത് സുജൂദ് പോയി ഒരു റകഅത്ത് പൂർത്തിയാക്കാൻ സമയം കിട്ടൂല, അതിന് മുമ്പ് അസറാൻ കൊടുക്കും. അപ്പണ്ട് ഒരാൾ അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, അയാൾ റുക്കൂക്കാട് പോവുക. എന്നാ വേഗപ്പ് പോയി അയാളോട് റുക്കൂയിൽ തുടർന്നാൽ ഒരു റകഅത്ത് വഖ്തിൽ മുഴുവനായിട്ട് കിട്ടും. എന്നാൽ അവിടെ ആ മനുഷ്യനോട് തുടർന്നുകൊണ്ട് ഒരു റകഅത്ത് വഖ്തിൽ കിട്ടാൻ വേണ്ടി ആ ജമാഅത്തിൽ തുടരൽ വുജൂബാണ്. ഇവിടെ പറഞ്ഞ എന്താ? സാധാരണ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന അവസരമല്ല ഈ പറയുന്നത്, മറിച്ച് നമ്മളിപ്പോ മുമ്പ് പറഞ്ഞു പോകുന്നത് ജമാഅത്തായിട്ട് നിസ്കരിക്കല് ഫർള് കിഫായ ആണോ അല്ല സുന്നത്ത് പോക്കലാണോ? ഈ പറഞ്ഞത് അതല്ല. ഇവിടെ ഈ സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ച് ഫർള് അയിനായി. കാരണം എന്താ? നിസ്കാരം ഖളാ ആകാൻ സാധ്യത. നിസ്കാരം ഖളാ ആകാൻ സാധ്യത. ഇപ്പോ തുടങ്ങി നിസ്കരിക്കുകയാണെങ്കിൽ ഇയാൾ ഒറ്റക്ക് ഇപ്പൊ തുടങ്ങി നിസ്കരിക്കുകയാണെങ്കിൽ ഇയാളുടെ നിസ്കാരം കഴിയുന്നതിന്റെ ഒരു റകഅത്ത് പൂർത്തിയാവുന്നതിന് മുമ്പ് അസ്ർ വാങ്ക് കൊടുക്കും. കാരണം എന്താ? അയാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിനു ശേഷം ഫാത്തിഹയെങ്കിലും ഓതണ്ടേ? ഫാത്തിഹ ഓതി പിന്നെ റുക്കൂ ചെയ്തൊക്കെ വരുമ്പോഴത്തേനും റകഅത്ത് പൂർത്തിയാവുന്നതിന് മുമ്പ് അസ്റായി പോകും. ഇപ്പം ഇയാൾ റുക്കൂയിൽ എത്തിയാണ്, അയാളോട് വേഗം തുടർന്നാൽ ഇപ്പം ഒരു റകഅത്ത് മുഴുവനായിട്ട് വഖ്തിൽ കിട്ടും. അപ്പം നിസ്കാരം അതാ ആകാൻ അത് കാരണമാവും. എങ്കിൽ നിസ്കാരം അതാകാൻ വേണ്ടിയിട്ട് ഇയാളോട് ഈ റുക്കൂയിൽ തുടർന്നുകൊണ്ട് ആ റകഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് തുടരൽ വുജൂബാകും. അത് വേറെ വിഷയം പറഞ്ഞ. ഇനി വയുക്കബ്ബിറു തക്ബീർ ചൊല്ലണം നദ്ബൻ സുന്നത്തായ നിലക്ക്. നല്ല തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ആര്? മസ്ബൂഖുൻ പിന്തി തുടർന്ന ആള് എപ്പം തക്ബീർ ചൊല്ലണം? ഇന്ദഖലമാഹു ഇമാമിന്റെ കൂടെ ഈ പിന്തി തുടർന്ന ആള് നീങ്ങുന്നു. ഇന്തിഖാലിഹി അവന്റെ ഇമാമിന്റെ ഇന്തിഖാലിനനുസരിച്ച് മഅ്മൂമിന്റെ ഇന്തിഖാൽ ഉണ്ടാവും. അതിന് ഇമാം തക്ബീർ ചൊല്ലും പോലെ ഈ മസ്ബൂഖും തക്ബീർ ചൊല്ലണം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഫലോദറക്കഹു അതായത് ഒരു ഇമാമിനെ ഒരു പിന്തി തുടർന്ന ആൾ എത്തിച്ചത് എപ്പോഴാണ്? മുഅ്തദിലൻ ഇത്തിദാലിലാണ്. നോക്കിക്കോളി, റകഅത്ത് കിട്ടൂലല്ലോ. റുക്കൂന്ന് കഴിഞ്ഞ് ഇമാം ഇത്തിദാലിലെത്തിയപ്പോഴാണ് ചെന്ന് തുടർന്നത്. എന്നാൽ കബ്ബറ ഈ പിന്തി തുടർന്ന മസ്ബൂഖ് തക്ബീർ ചൊല്ലണം ലിൽഹുവി സുജൂദിലേക്ക് കുനിയുന്നതിന് വേണ്ടി. കാരണം ഈ സുജൂദ് അവൻ എണ്ണപ്പെടുന്നില്ല.
കാരണം എന്താ, ഓന് ഞാൻ അടുത്ത റക്അത്തിലെ നൃത്തം മുതൽക്ക് എണ്ണപ്പെടുള്ളൂ. എന്നാലും സുജൂദിലേക്ക് കുമ്പിടുമ്പോൾ ഓൻ തക്ബീർ ചൊല്ലണം. വമാ ബഅദഹു അതിന്റെ ശേഷം സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ തക്ബീർ ചൊല്ലണം. രണ്ടാമത്തെ സുജൂദിൽ പോകുമ്പോൾ തക്ബീർ ചൊല്ലണം. രണ്ടാമത്തെ സുജൂദിൽ നിന്നിട്ട് നൃത്തത്തിലേക്ക് വരുമ്പോൾ തക്ബീർ ചൊല്ലണം. ആ തക്ബീർ ഒക്കെ ചൊല്ലണം. ഇനി അങ്ങനെയല്ല, അത് കൂടെ പോകുമ്പോ ഇനി ഔസാജിദൻ മസലൻ, ഉദാഹരണം ഇമാമിനെ സുജൂദിലെത്തിച്ച് ഇവൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയപ്പോ ഇമാമ സുജൂദിലാ. ഏത് സുജൂദ്? തിലാവത്തിന്റെ സുജൂദല്ല. തിലാവത്തിന്റെ സുജൂദാണെങ്കിൽ ഇമാമിന്റെ അടുത്തേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലി പോകണം. തക്ബീറത്തുൽ ഇഹ്റാമിൽ തിലാവത്തിന്റെ സുജൂദ് അല്ലാത്ത സുജൂദിലാണ് ഇമാമുള്ളത് ഇവൻ തക്ബീർ കെട്ടിയപ്പോ. എന്നാൽ ഇവൻ തക്ബീർ കെട്ടിയതിന് ശേഷം സുജൂദിലേക്ക് കുനിയുമ്പോൾ ലം യുകബ്ബിർ ലില്ലഹ്വി ഇലൈഹി, ഇമാമിന്റെ അടുത്തേക്ക് സുജൂദിലേക്ക് പോകുന്ന സമയത്ത് തക്ബീർ ചൊല്ലൽ സുന്നത്തില്ല. എന്താ കാരണം? അതായത് ഇനി മൊത്തം ഞാൻ പറഞ്ഞുതരാം, ആദ്യം പറഞ്ഞുതരാം, മനസ്സിലാവാം. അതായത് ഈ പിന്തി തുടർന്ന ആള് തക്ബീർ ചൊല്ലണമെങ്കിൽ ഒരു പക്ഷേ അവന് എണ്ണപ്പെടുന്ന നീക്കമായിരിക്കണം, അതല്ലെങ്കിൽ ഇമാമിന്റെ കൂട്ടത്തിലായിരിക്കണം. ഇപ്പൊ സുജൂദിൽ അവൻ എണ്ണപ്പെടൂല, ഇവരാണെങ്കിൽ ഇമാമിന്റെ കൂടെ എല്ലാം പോടും. ഇമാമ നേരത്തെ തന്നെ സുജൂദിലാണുള്ളത്, അതുകൊണ്ട് ആ സുജൂദിക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലണ്ട. അങ്ങനെ ഇമാമിന്റെ കൂടെ പോവുകയാണെങ്കിൽ ചെല്ലണം. ഇമാമിന്റെ കൂടെ അല്ലെങ്കിൽ പിന്നെ ഇവൻ എണ്ണപ്പെട്ടതാണ്. ഇവൻ എണ്ണപ്പെടുന്നുമില്ല, ഇമാമിന്റെ കൂടെയും അല്ലെങ്കിൽ ഇവൻ തക്ബീർ ചൊല്ലണ്ട. എന്നാൽ വൈവാഫിഖുഹു, ഈ മസ്ബൂഖ് ഇമാമിനോട് ചേരണം, നദ്ബൻ സുന്നത്താണ്. എന്തിന്? ഫീ ദിക്രി മാ അദ്റകഹു ഫീഹി, ഇമാമിനെ എവിടെയാണോ എത്തിച്ചത് അതിലുള്ള ദിക്ർ ഇമാമിനെ പോലെ ഈ മസ്ബൂഖും ചൊല്ലണം. മിൻ തഹ്മീദിൻ, തഹ്മീദ് ഏറ്റിതല്ലാണെങ്കിൽ റബ്ബനാ ലക്കൽ ഹംദു ചൊല്ലണം. തസ്ബീഹിൻ, സുജൂദിലൊക്കെ ആണെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല ചൊല്ലണം. അതുപോലെ തന്നെ ഇടയിൽ ഇരുത്തത്തിലാണെങ്കിൽ റബ്ബി ഗ്ഫിർലി ചൊല്ലണം. അതുപോലെ അത്തയ്യാത്തിന്റെ ഇരുത്തത്തിലാണെങ്കിൽ തശഹുദിന് അത്തയ്യാത്ത് ഓതണം. വദുആയിൻ, അത്തയ്യാത്തിന് ശേഷമുള്ള ദുആ ചൊല്ലണം. വഖദാ സലാത്തിൻ അലൽ അലി, ആദ്യത്തെ അത്തയ്യാത്തിന്റെ ഇരുത്തത്തിലാണെങ്കിൽ പോലും ആലിന്റെ മേലുള്ള സലാത്തും ചൊല്ലണം. വലൗ ഫീ തശഹുദിൽ മൗമൂമി അൽ-അവ്വല, മൗമൂമിന്റെ ആദ്യത്തെ അത്തഹിയാത്താണ് ഇമാമിന്റെ ഒടുവിൽ അത്തഹിയാത്തുമാണെങ്കിൽ അവിടെ പോലും എന്ത് വേണം? ഇമാമിനോട് തുടർന്നുകൊണ്ട് അത്തഹിയാത്ത് മുഴുവൻ ഓതണം, സ്വലാത്ത് ചെല്ലണം. ആ സ്വലാത്തിൽ ആലിന്റെ മേലുള്ള സ്വലാത്തും ചെല്ലണം എന്ന് ഖാലഹു ശൈഖുനാ. വയുകബ്ബിറു മസ്ബൂഖുൻ, ഇനി പിന്തി തുടർന്ന ആള് തക്ബീർ ചൊല്ലണം. ലിൽ ഖിയാമി, നൃത്തത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ. എപ്പം എഴുന്നേൽക്കുമ്പോൾ? ബഅദ സലാമൈഹി, കണ്ടോ, ഇമാം 2 സലാമും വീട്ടിയതിന് ശേഷമാണ് എഴുന്നേൽക്കൽ സുന്നത്ത്. അങ്ങനെ ഇമാം 2 സലാമും വീട്ടിയതിന് ശേഷം നൃത്തത്തിലേക്ക് പിന്തി തുടർന്നാള് എഴുന്നേൽക്കുമ്പോൾ തക്ബീർ ചൊല്ലണം. എപ്പോ? ഇൻകാനൽ മഹല്ലുല്ലദീ ജലസ മഅഹു ഫീ, ഇമാമിനോട് കൂടെ ഇവൻ അത്തയ്യാത്തിൽ ഇരുന്നല്ലോ, ആ ഇരുന്ന ഇരുത്തം മൗമുഅ ജുലൂസിഹി ലൗഇൻ ഫർദ, ഒറ്റക്കാണെങ്കിൽ ഈ മൗമൂമിന്റെ ഇരുത്തത്തിന്റെ സ്ഥാനമാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? 4 റക്അത്തുള്ള നിസ്കാരത്തില് ഒടൂൽ അത്തഹിയാത്തില് ഇമാമ് ഇരുന്നപ്പോ മൗമൂമ് 3 റക്അത്ത് തുടർന്നവൻ, അവന്റെ 2 റക്അത്താ. 2 റക്അത്തല്ല, 2 റക്അത്തിൽ അത്തഹിയാത്ത. അപ്പൊ പിന്നെ ആദ്യത്തെ അത്തഹിയാത്താണ് ഇമാമിന്റെ ഒടൂൽ അത്തഹിയാത്ത. എന്നാ പിന്നെ എന്താക്ക? ഇമാമ് സലാം വീട്ടിയിട്ട് നൃത്തത്തിലേക്ക് പോകുമ്പോ അല്ലാഹു അക്ബർ എന്ന് ചെല്ലാം. അനക്കാൻ നദ്റകുഹു, ഈ മസ്ബൂഖ് ഇമാമിനെ എത്തിച്ചത് ഫീ സാലിസത്തി റുബായിയത്തിൻ, 4 റക്അത്തുള്ള നിസ്കാരത്തിന്റെ 3 റക്അത്തിലാണ്. ഉദാഹരണം ദുഹൂറിന്റെ 3 റക്അത്തിൽ ഒരാൾ തുടർന്നു, അല്ലെങ്കിൽ അസറിന്റെയോ ഇശാഇന്റെയോ 3 റക്അത്തിൽ തുടർന്നു. എന്നാൽ ഇമാമിന്റെ 4 റക്അത്താകുമ്പോൾ ഇവന്റെ 2 റക്അത്താണല്ലോ. അപ്പോ ഇമാമ് 4 റക്അത്ത് കഴിഞ്ഞിട്ട് ഒടുവിൽ അത്തയ്യാത്തിരിക്കുമ്പോൾ ഇവന് ആദ്യത്തെ അത്തയ്യാത്തിന്റെ സ്ഥലാണ്. അപ്പൊ ഇമാം സലാം വീട്ടിയതിന് ശേഷം ഇവൻ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി എഴുന്നേൽക്കണം. അതിലെങ്കിൽ ഔസാനിയത്തി മഗ്രിബിനെ 2 റക്അത്ത് തുടർന്നു. എന്നാല് ഇമാമ് 3 റക്അത്ത് സലാം വീട്ടുമ്പോ ഇവന് ഈ 2 റക്അത്ത് 3 റക്അത്ത് കിട്ടിയല്ലോ പിന്നെ ആദ്യത്തെ തയ്യാത്തിന്റെ സ്ഥലമാണ്. അപ്പൊ ഇവൻ ഒറ്റക്ക് സ്കരിക്കുകയാണെങ്കിൽ അവന്റെ ആദ്യത്തെ തയ്യാത്തിന്റെ സ്ഥലമാണ്. അവിടെ എഴുന്നേൽക്കുമ്പോൾ തക്ബീർ ചൊല്ലണം. വയില്ല, ഇവൻ ഒറ്റക്കാണെങ്കിൽ അവൻ അത്തയ്യാത്തിന് ഇരിക്കേണ്ട സ്ഥലത്ത് അല്ല ഇമാം ഒടുവിൽ അത്തയ്യാത്ത് ഓതി സലാം വീട്ടിയത് എങ്കിൽ ലം യുകബ്ബിർ ലിൽ ഖിയാമി, നൃത്തത്തിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്തില്ല. അപ്പൊ എങ്ങനെ? ഉദാഹരണം സുബി ആകെ 2 റക്അത്തല്ലേ ഉള്ളൂ, 2 റക്അത്ത് തുടർന്നു. അങ്ങനെ 6 റക്അത്ത് തന്നെ ഇമാം അത്തയ്യാത്ത് ഓതി, ഇവനും അത്തയ്യാത്ത് ഓതി. ഇമാം സലാം വീട്ടിയപ്പോ എഴുന്നേൽക്കാണ് 1 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി. അപ്പൊ തക്ബീർ ചൊല്ലാതെയാണ് എഴുന്നേൽക്കേണ്ടത്. കാരണം എന്താ?
സുബീന്റെ 1 റക്അത്തിൽ അത്തഹിയ്യാത്തില്ലല്ലോ. ഇമാമിനോട് മുവാഫഖത്തിന് വേണ്ടി മാത്രം അത്തഹിയ്യാത്തിരുന്നതാ. മസ്ബൂഖ് 2 റക്അത്ത് കഴിഞ്ഞിട്ട് 3ലേക്ക് എഴുന്നേൽക്കുമ്പം അവിടെ കൈ ഉയർത്തിക്കെട്ടൽ മസ്ബൂഖിന് സുന്നത്തുണ്ട്. എന്നാൽ എല്ലാം ഇമാമ് ചെയ്യും പോലെ ചെയ്യണം. മസ്ബൂഖ് ഒന്നിച്ചു വലായ തവറക്കു. എന്നാൽ ഈ മസ്ബൂഖ് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുന്നത് ഒടുവിലത്തയ്യാത്തിന്റെ ഇരുത്തണ്ടല്ലോ, ആ ഇടത്തെ ചന്തി നിലത്ത് കുത്തിയിട്ടിരിക്കുന്ന ഇരുത്തം, ആ ഇരുത്തം ഇരിക്കൽ മാത്രം സുന്നത്ത്. അതാ ഇമാമുമായിട്ടൊരു വ്യത്യാസം. എവിടെ മസ്ബൂഖിന്റെ അവസാനത്തെ അത്തയ്യാത്തിൽ മാത്രമേ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടതുള്ളൂ. അപ്പൊ ഇമാമിന്റെ ഒടുവിൽ അത്തയ്യാത്തിന്റെ ഇരുത്തമാണെങ്കിലും മൗമൂമിന്റെ ഒടുവിൽ ഇരുത്തല്ലാത്തത് കൊണ്ട് അവിടെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അങ്ങനെ മസീദ് ദജ്ജാൽ വരെ ഓതണം, പക്ഷെ ഇരുത്തം ആദ്യത്തെ തയ്യാത്തിന്റെ ഇരുത്തം പോലെയാണ് ഇരിക്കേണ്ടത്. ഇനി വൈസുന്നുലഹു മസ്ബൂഖിന് സുന്നത്താക്കപ്പെടും അല്ലായഖൂമ ഈ നൃത്തത്തിലേക്ക് പോകാതിരിക്കൽ ഇല്ലാബാദ തസ്ലീമത്തയിൽ ഇമാമി. ഇമാമ് 2 സലാമും വീട്ടിയിട്ടല്ലാതെ 1 സലാം വീട്ടിയാട് പോകൽ ജായിസാണ്, പക്ഷേ 2 സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം പോകലാണ് സുന്നത്ത്. അതുപോലെ തന്നെ മസ്ബൂഖിന് ഹറാമാണ് മുഖ്സുൻ ബഅദ തസ്ലീമത്തൈഹി. ഇമാമ് 2 സലാമും വീട്ടിയതിനു ശേഷം പിന്നെ അവിടെ ഇരിക്കലും ഹറാമാണ്. എപ്പോ ഇല്ലം യകുൻ മഹല്ല ജുലൂസിഹി. ഈ മസ്ബൂഖിന്റെ സുന്നത്തായി ഇരുത്തത്തിന്റെ സ്ഥലം, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ 4 റക്അത്ത് നമസ്കാരത്തിന്റെ 3 റക്അത്തിൽ ഒരാൾ തുടർന്ന് കൂട്ടിക്കൊള്ളി, എന്നിട്ട് ഇവന്റെ 2 റക്അത്ത് പൂർത്തിയായപ്പോ ഇമാമിന് 4 റക്അത്ത് പൂർത്തിയായി. ഇമാം സലാം വീട്ടിയാൽ ഇവന്റെ ആദ്യത്തെ തയ്യാത്തിന്റെ സ്ഥലമാണല്ലോ, അവിടെ കുറച്ചേരം ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവനെ സംബന്ധിച്ച് ആദ്യത്തെ തയ്യാത്തിന്റെ സ്ഥലം അല്ലാത്ത സ്ഥലത്താണ് ഇമാമിന്റെ ഒടുവിൽ അത്തയ്യാത്ത് വന്നതെങ്കിൽ ഇമാം സലാം വീട്ടിയാൽ പിന്നീട് അവിടെ താമസിക്കൽ ഹറാമാണ്. തന്നെയല്ല മസ്ബൂഖിന്റെ നിസ്കാരം തന്നെ ബാത്തിലായി പോവും. ബിഹി അവിടെ താമസിക്കൽ കൊണ്ട് ഇൻ തഅമ്മദ കൽപ്പിച്ചൂട്ടി താമസിച്ചതാണെങ്കിൽ വാരിമദാരിമഹു അവിടെ താമസിക്കൽ ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം താമസിച്ചാൽ നിസ്കാരം തന്നെ ബാത്തിലാകും. ഇപ്പൊ 2 സലാമും വീട്ടിയതിനു ശേഷം എഴുന്നേൽക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞു. എന്നാൽ വലായഖൂമാവൻ എഴുന്നേൽക്കാതിരിക്കൽ സുന്നത്താണ് ഖബല സലാമിൽ ഇമാമി. വലായഖൂമാവൻ എഴുന്നേൽക്കാൻ പാടില്ല ഖബല സലാമിൽ ഇമാമി, സലാം വീട്ടുന്നതിന് മുമ്പ്. അത് സുന്നത്തിന്റെ അല്ല, വേറെ ശരി പറയുന്നത്. ഇമാമ് സലാം വീട്ടാതെ മസ്ബൂഖായ ആള് നൃത്തത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഫൈൻ തഅമ്മദഹു കൽപ്പിച്ചൂട്ടി മനഃപൂർവ്വം ഇമാമ സലാം വീട്ടുന്നതിന് മുമ്പ് ഒരാൾ എഴുന്നേറ്റു. എങ്ങനെ? ബിലാ നിയ്യത്തി മുഫാറഖത്തിൻ. ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന് നിയ്യത്തുണ്ടെങ്കിൽ തരക്കടില്ല. ഇമാമിനോട് വിട്ടുപിരിയുന്നു എന്ന് നിയ്യത്ത് ചെയ്യാതെ ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് മനഃപൂർവ്വം ഒരു മസ്ബൂഖ് എഴുന്നേറ്റാൽ ബത്വലത്ത്, ആ മസ്ബൂഖ് നമസ്കാരം ബാത്തിലാകും. അപ്പോ 1 സലാം വീട്ടിയതിന് ശേഷം എഴുന്നേൽക്കാം, 2 സലാം വീട്ടിയിട്ട് എഴുന്നേൽക്കലാണ് സുന്നത്ത്. ഇവന്റെ ഇരുത്തത്തിന് സ്ഥലം അല്ലെങ്കിൽ 2 സലാം വീട്ടിയതിനു ശേഷം പിന്നെ ഇരിക്കൽ ഹറാമാണ്. ഇനി ഇമാമ് 1 സലാം വീട്ടിയാൽ 2 സലാം വീട്ടിയിട്ട് എഴുന്നേൽക്കൽ സുന്നത്ത്, 1 സലാം വീട്ടിയാൽ എഴുന്നേൽക്കൽ ജായിസ്, സലാം വീട്ടുന്നതിന് മുമ്പ് എഴുന്നേൽക്കൽ ഹറാമ്. അഥവാ അങ്ങനെ എഴുന്നേൽക്കണമെങ്കിൽ മുഫാറഖത്ത് ചെയ്യണം, എന്നാ ഹറാം ഉണ്ടാവില്ല. മുഫാറഖത്ത് ചെയ്യാതെ എഴുന്നേൽക്കൽ ഹറാമ്. ഇത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എഴുന്നേറ്റാൽ നിസ്കാരം തന്നെ ബാത്തിലാകും. എവിടത്തെ മുറാദു ഇവരെ ഇമാമിനെ വിട്ടുപിരിയാതെ അറിഞ്ഞുകൊണ്ടുള്ള മുറാദ് മുഫാറഖത്ത് ഹദ്ദിൽ ഖുഊദി, ഇരുത്തത്തിന് അതിർത്തി വിട്ടാൽ മതി, അല്ലാതെ നൃത്തത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല. മനഃപൂർവ്വമാണെങ്കിൽ ഇത് മനഃപൂർവ്വം അല്ലെങ്കിൽ മറന്നുകൊണ്ടാണ് ഇമാം സലാം മുട്ടുന്നതിന് മുമ്പ് എഴുന്നേറ്റതെങ്കിൽ, ഔ ജഹീല അല്ലെങ്കിൽ ഇമാം സലാം വീട്ടിയിട്ടേ എഴുന്നേൽക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം അറിയില്ല, എന്നാല് നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. പക്ഷെ ലമ്യത്തായി എണ്ണപ്പെടാതെ പോകുമ്പോ ജമീമാതാബിഹി അവൻ കൊണ്ടുവന്നതൊക്കെ നിർത്താൻ വേണ്ടിയല്ല, ഫാത്തിഹായാലും വേണ്ടിയില്ല, റുക്കുവായാലും വേണ്ടിയില്ല, ഒന്നും എണ്ണപ്പെടൂല. ഏതുവരെ അത്താജിസ ഇരുത്തത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് 2ാമത് എഴുന്നേൽക്കണം, അതുവരെ ചെയ്യുന്നതൊന്നും എണ്ണപ്പെടൂല. ഇരുന്നിട്ട് സുമയക്കൂമ ബാനുസലാമിന് ഇമാം സലാം വീട്ടിയതിനു ശേഷം അറിയാതെ ആണെങ്കിൽ, അറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റാൽ തന്നെ മാത്രവും, അറിയാതെ എഴുന്നേറ്റാൽ തിരിച്ച് ഇരിക്കണം. ഇരുന്നതിന്റെ ശേഷം ഇമാം സലാം വീട്ടിയിട്ട് എഴുന്നേൽക്കണം. ഇവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇമാം സലാം വീട്ടി എന്നാലും ഇരിക്കണം, ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കണം. ഇനി മത്താലിമ ഇമാം സലാം വീട്ടിയിട്ടില്ല എന്ന കാര്യം പിന്നെ അറിഞ്ഞു, അറിയാതെ എഴുന്നേറ്റതാണ്, എഴുന്നേറ്റതിന് ശേഷം അറിഞ്ഞു ഇമാം സലാം വീട്ടിയിട്ടില്ല, എന്നാൽ ഉടനെ ഇരുന്നോളണം, ഇരുന്നില്ല വലം മെജ്ലിസ്. അറിയാതെയാണ് എഴുന്നേറ്റത്, എഴുന്നേറ്റതിന് ശേഷം ഇമാം സലാം വീട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞു, അറിഞ്ഞാൽ എന്ത് വേണം? ഇരിക്കണം.
പക്ഷെ ഇയാൾ ഇരുന്നില്ല, എന്നാ ബത്തലത്തു സലാത്തു, അപ്പോ നിസ്കാരം ബാത്തിലാവും. അപ്പൊ ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് മസ്ബൂക്ക് മനഃപൂർവ്വം എഴുന്നേൽക്കൽ ഹറാമാണ്. ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റാൽ ബാത്തിലാവും. മറന്നുകൊണ്ട് എഴുന്നേറ്റാലോ ബാത്തിലാവില്ല. പക്ഷേ എപ്പോൾ അറിഞ്ഞ ഉടനെ ഇരുന്നോളം ഇരിക്കൽ വുജൂബാണ്. അറിഞ്ഞതിന് ശേഷം ഇരിക്കാതെ നമസ്കാരം ബാത്തിലാവും. വബിഹി ഫാറക മഖാമ ഇമാമിഹി. ഏതുകൊണ്ടാ വേറെക്കായത്? ഓന് കൊണ്ടുവരുന്നതൊന്നും എണ്ണപ്പെടൂല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ. ഇമാമ് ഇരിക്കൽ നിർബന്ധമാണ്. അല്ല, ഈ അറിയാതെ എഴുന്നേറ്റാൽ നിസ്കാരം ബാത്തിലാവില്ല. പക്ഷെ അറിഞ്ഞാൽ ഉടനെ ഇരിക്കൽ വുജൂബാണ്. ഇരിക്കൽ വുജൂബാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇരിക്കാൻ ബാത്തിലാവെന്ന് പറഞ്ഞല്ലോ. ഇരിക്കൽ വുജൂബാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഫാറക്ക. ഈ മസ്ബൂക്ക് ഇമാമിനെ ഓർമ്മയില്ലാതെ എഴുന്നേറ്റത് വെരിഞ്ഞ് മൻ ഒരുത്തനുമായിട്ട് കാമ അവൻ എഴുന്നേറ്റാൻ ഇമാമിഹി വി തശഹുദിൽ അവ്വലി. ഉദാഹരണം, ഇമാമ് ആദ്യത്തെ അത്തയ്യാത്തിരിക്കുമ്പം മൗമൂമ് അത്തയ്യാത്തിരിക്കാതെ മനഃപൂർവ്വം നൃത്തത്തിലേക്ക് പോയി. എന്നാലും അവിടെ നിസ്കാരം ബാത്തിലാവോ? ഇല്ലല്ലോ. ആമിദൻ മനഃപൂർവ്വം അത്തയ്യാത്തിലിരിക്കാതെ ഇമാമ് മൂന്നാമത്തെ റക്അത്തിന്റെ നൃത്തത്തിലേക്കാണ് പോകുന്നത് നല്ലതല്ല. പക്ഷെ പോയാൽ ഫാത്തിഹ ഓതിയ ഫാത്തിഹ എണ്ണപ്പെടും. തിരിച്ചിരിക്കൽ വുജൂബില്ല. കാരണം എന്താ? അവന് തിരിച്ചിരിക്കൽ വുജൂബില്ല, അതുകൊണ്ട് അവന് ഫാത്തിഹ എണ്ണപ്പെടും. ഇവിടെ തിരിച്ചിരിക്കൽ വുജൂബാണ്, അതുകൊണ്ട് അവൻ ഫാത്തിഹ ഓതിയാൽ എണ്ണപ്പെടൂല. അറിഞ്ഞുകൊണ്ടിരിക്കാതിരുന്ന നമസ്കാരം തന്നെ ബാത്തിലാവും. ഫൈനഹു, കാരണം അവിടെ ഇമാമിന്റെ കൂടെ ആദ്യത്തെ തയ്യാത്തിരിക്കാതെ നൃത്തത്തിലേക്ക് പോയ മഅ്മൂമ് ഏറ്റത്തുലി ഖിറാഅത്തിഹി ഖബല ഖിയാമിൽ ഇമാമി, ഇമാമിന്റെ നൃത്തത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതിയാൽ ആ ഓത്ത് എണ്ണപ്പെടും. ഈ മസ്ബൂഖിന്റെ അങ്ങനെയല്ല. ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് നൃത്തത്തിലേക്ക് പോയാൽ ആ നൃത്തത്തിൽ മടങ്ങി വരൽ നിർബന്ധമാണ്. അതിനു മുമ്പ് അവൻ ഓതിയ ഓത്ത് എണ്ണപ്പെടൂല. കാരണം ആദ്യത്തെ തഹിയ്യാത്തിൽ ഇമാമിന്റെ കൂടെ ഇരിക്കാതെ നൃത്തത്തിലേക്ക് മനഃപൂർവ്വം പോയ ഒരാൾക്ക് നൃത്തത്തിൽ നിന്ന് ഇരുത്തത്തിലേക്ക് വരൽ വുജൂബില്ല. അതുകൊണ്ട് അവൻ ഓതിയ ഓത്ത് എണ്ണപ്പെടും. മസ്ബൂഖ് ഇമാം സലാം വീട്ടി എന്ന കാര്യം അറിയാതെ മറന്നുകൊണ്ട് അബദ്ധത്തിൽ എഴുന്നേറ്റ് പോയാൽ അവൻ ഇരിക്കൽ വുജൂബാണ്. അഥവാ ഇരിക്കുന്നതിന് മുമ്പ് അവൻ ഓതിയിട്ടുണ്ടെങ്കിൽ ആ ഓതിയത് എണ്ണപ്പെടുകയും ഇല്ല. കുറച്ച് സ്പീഡിലായത് കൊണ്ടാണ് തീർക്കണം എന്നുള്ള ആൾക്ക് തീർത്തതാണ് ആരൂരെ. ഇന്ന് ലാസ്റ്റിലെല്ലാം പറഞ്ഞ് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിച്ച് സംശയം തീർക്കേണ്ടതാണ്. ഇനി നമുക്ക് ഓതാനുള്ളത് തുടർച്ചയുടെ ഷർത്ത. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തെങ്കിൽ ശനിയാഴ്ച മുതൽ 7 ഷർത്താണ് തുടർച്ചയ്ക്കുള്ളത്. ആ ഷർത്തുകളെ സംബന്ധിച്ചുള്ള ചർച്ച പിന്നീട് വരെ. അതിന്റെ മുമ്പുള്ള ആമുഖങ്ങളാണ്. നോക്കട്ടെ, എന്റെ യാനത്തിന്റെ കോപ്പിയിൽ അങ്ങനെയുള്ളത്. മറ്റേ നോക്കിയാല് ഞാനൊന്ന് നോക്കാം. അല്ലാതെ അങ്ങനെ ഒരാളെ കേട്ടിട്ടില്ല ഷാഫി മദ്ഹബിൽ. അബു സഊദ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. എന്നാലും അബു സഊദും അങ്ങനെ ഒരു മഷൂറായ ആളല്ല നമ്മുടെ ഫുഖഹാഇന്റെ കൂട്ടത്തിൽ. ഏതായാലും നോക്കട്ടെ ഉണ്ടോ മറ്റേത്.